പിറ്റേ ദിവസം എഴുന്നേറ്റു. എന്നിട്ടാണ് തന്റെ ഉള്ളിലെ സുവിശേഷകൻ ഉണർന്നു. സുവിശേഷകന്റെ ആ ബലമുള്ളത് കൊണ്ട് എല്ലാ ദിവസത്തെ പോലെ താൻ ട്രാക്റ്റുമായി പുറത്തിറങ്ങി. എല്ലാ ദിവസത്തെ പോലെ ട്രാക്ട് കൊടുത്ത് ഉച്ചയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഈ ഫുഡ് കഴിച്ചു. താൻ കിടക്കുമ്പോൾ ഉള്ളിലൊരു ചിന്തയുണ്ട്, ഉച്ച സമയത്ത് വല്ലതും വരുമോ. എങ്കിലും താൻ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ച് എപ്പോഴോ താൻ കിടന്നുറങ്ങി. രാത്രിയിലാണ് താൻ കണ്ണു തുറക്കുന്നത്. ആ സമയത്തും തനിക്കൊന്നും സംഭവിച്ചില്ല. പിറ്റേ ദിവസമായി താൻ സുവിശേഷം. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞു. തനിക്ക് മനസ്സിലായി ദൈവം തന്നെ സൂക്ഷിച്ചു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് താൻ ഇങ്ങനെ സുവിശേഷ പ്രതിയുമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ട്രാക്റ്റുമായി കയറി ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ തന്റെ അകവാള് വെട്ടി കൊല്ലുമെന്ന് മുമ്പ് വന്ന് തന്റെ വീട്ടിൽ പറഞ്ഞ മനുഷ്യൻ തന്റെ വീടിന്റെ വരാന്തയിൽ ഇരിക്കുമ്പോഴാണ് ഈ സുവിശേഷകൻ കയറി ചെല്ലുന്നത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഉള്ളിലൊരു പേടി തോന്നിട്ട് താൻ പുറകിലോട്ട് കാല് വെച്ചു. എങ്കിലും ഉള്ളിലെ ഒരു ആത്മസാന്നിധ്യം കൊണ്ട് താൻ മുൻപിലോട്ട് നീങ്ങി കയ്യിലിരുന്ന ട്രാക്ട് മുൻപോട്ട് നീട്ടി. ആ മനുഷ്യൻ ഒന്നും പറയാതെ വാങ്ങിച്ചിട്ട് പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു. കസേരയിൽ സുവിശേഷകനിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അന്ന് ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. സ്തോത്രം ഈ മിഷണറിയുമായി ഭയങ്കര ഫ്രണ്ട്സായി. സ്തോത്രം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ കൊല്ലുമെന്ന് പറഞ്ഞ മനുഷ്യൻ ഈ മിഷണറിയോടൊപ്പം സുവിശേഷ പ്രവർത്തനത്തിൽ ഇറങ്ങാൻ തുടങ്ങി. സുവിശേഷ പ്രവർത്തനത്തിൽ ഇവർ രണ്ടുപേരും ഭയങ്കര സുവിശേഷ പ്രവർത്തനം. ഇദ്ദേഹം ട്രാക്ട് കൊടുക്കും. അങ്ങനെ ഒരുമിച്ച് കുറച്ച് നാളുകൾ ട്രാക്ട് കൊടുക്കുന്നതിനിടയിൽ ഒരു ദിവസം പെട്ടെന്ന് ഈ മിഷണറിക്ക് ഈ മനുഷ്യൻ കൊല്ലുമെന്ന് പറഞ്ഞതും ഭീഷണിപ്പെടുത്തിയത് ഓർമ്മ വന്നു. ഈ മിഷണറി ഈ മനുഷ്യനോട് ചോദിച്ചു, ചില നാളുകൾക്ക് പുറകിൽ നീ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞല്ലോ, നീ കൊല്ലാൻ വന്നായിരുന്നോ, എന്തുവാ സംഭവം എന്തുവാ എന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞങ്ങൾ അന്ന് രാത്രി നിന്നെ കൊല്ലാൻ വന്നു. ഞങ്ങൾ 3 പേര് നിന്റെ അടുക്കൽ വരുമ്പോൾ 32 മല്ലന്മാർ, 32 ജയൻസാ വാളും പിടിച്ച് നിന്റെ കുടിലിന് ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ പേടിച്ച് തിരിച്ചുപോയി. ഈ മിഷണറിക്ക് മനസ്സിലായി ദൂതന്മാരെ ദൈവം ഇറക്കി സൂക്ഷിച്ചു. ഈ കൊല്ലുമെന്ന് പറഞ്ഞവനും പറഞ്ഞു, ദൂതനാണ് നിങ്ങളെ ഇറക്കിയത്, ദൂതനാണ് നിങ്ങൾക്ക് സംരക്ഷണം നൽകുക. വളരെ സന്തോഷം തോന്നി, വളരെയധികം പ്രാർത്ഥിച്ചു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ മിഷണറിക്ക് വെക്കേഷൻ ലീവ് അനുവദിച്ചു അവരുടെ സംഘടന. അങ്ങനെ താൻ സ്കോട്ട്ലൻഡിലേക്ക് ചില മാസത്തെ ലീവിന് വേണ്ടി താൻ തിരിച്ചു കടന്നു ചെന്നു. സ്കോട്ട്ലൻഡിലെ പല സഭകളിലും താൻ എക്സ്പീരിയൻസും ആഫ്രിക്കയിലുള്ളതായ മിഷൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. പലയിടങ്ങളിലും കടന്നുപോയി പറഞ്ഞു. എന്നാൽ തന്റെ മാതൃസഭയിൽ പോയ സമയങ്ങളിലൊന്നും പ്രസംഗിക്കാൻ അവസരം കിട്ടില്ല. ഒടുവിൽ താൻ ആഫ്രിക്കയിലേക്ക് തിരിച്ചു വരുന്നതിനും തലേ ആഴ്ചയിൽ തന്റെ മാതൃസഭയ്ക്ക് പോകുവാൻ അവസരം കിട്ടി. അപ്പോഴാണ് തനിക്ക് ആ ഡേറ്റ് കിട്ടിയതാ. അന്ന് അവിടെ ചെന്നു. താൻ ശുശ്രൂഷിക്കാൻ അവസരം കൊടുക്കുന്നു. താൻ എഴുന്നേറ്റ് നിന്ന മിഷൻ എക്സ്പീരിയൻസ് പറയുന്നതിനിടയിൽ ഈ സംഭവം പറഞ്ഞു. ഇന്നേക്ക് ചില മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. സ്തോത്രം, അവരെന്നെ കൊല്ലാൻ വന്നു. എന്നാൽ 32 ദൂതന്മാരെ ദൈവം ഇറക്കി. പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, എനിക്കറിയത്തില്ല ഈ 32ന്റെ കണക്ക് എന്താന്ന്. 32 ദൂതന്മാരെ എന്തിനാ ദൈവം ഇറക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ദൈവം എന്നെ സൂക്ഷിച്ചു. അദ്ദേഹം സ്തോത്ര സാക്ഷ്യം പറഞ്ഞു. ദൈവോധന ശുശ്രൂഷിച്ചു ഇരുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടേക്ക് സെക്രട്ടറി എന്ന് പറയുന്ന ചാപ്ലൈനാണല്ലോ അവിടെ, ചർച്ചിന്റെ ചാപ്ലൈൻ ഇദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. പറഞ്ഞു, മിസ്റ്റർ, നിങ്ങൾക്ക് ആ ഡേറ്റ് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. എന്നാണ് നിങ്ങളെ സംരക്ഷിച്ചതെന്ന്. ഉടനെ തന്റെ ബാഗ് തുറന്ന് ഡയറി എടുത്തു. മറിച്ചിട്ട് തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതും ആ രാത്രി ആ ദിവസവും ഈ ചാപ്ലിനോട് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഈ ചാപ്ലിൻ പറഞ്ഞു, 1 മിനിറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഓടിച്ചെന്നു. ചർച്ചിന്റെ കബോർഡ് തുറന്ന് രജിസ്റ്റർ ബുക്ക് എടുത്തുകൊണ്ട് വന്നു. ചർച്ചിന്റെ പ്രോഗ്രാം എഴുതുന്ന രജിസ്റ്റർ ബുക്ക്. എന്നിട്ട് ഈ മിഷണറി പറഞ്ഞ ഡേറ്റ് ഇങ്ങനെ മറിച്ചിട്ട് ഈ മിഷണറിയോട് ഈ ചാപ്ലിൻ കാണിച്ചു കൊടുത്തു. നോക്കിക്കേ, ഈ സ്കോട്ട്ലൻഡിൽ 32 സഹോദരിമാർ ആഫ്രിക്കയുടെ വിടുതലിന് വേണ്ടി നിങ്ങൾ പറഞ്ഞ ഈ ദിവസം ഇവിടെ കരം കോർത്ത് പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. സ്തോത്രം, നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. സ്കോട്ട്ലൻഡിൽ 32 സഹോദരിമാര് കൈ കോർത്ത് പിടിച്ച് ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരറിഞ്ഞില്ല അവിടെ ഒരു ദൈവദാസനെതിരെ കത്തി പൊങ്ങുന്ന കാര്യം. പക്ഷെ ഇവർ ആഫ്രിക്കയ്ക്ക് വേണ്ടിയേ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷെ ആ പ്രാർത്ഥന എവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. ആ ദൈവം തീരുമാനിച്ചിട്ട് എവിടെയാണോ ഏത് മിഷണറിക്കാണോ സംരക്ഷണം കൊടുക്കേണ്ടത് അത് കൊടുത്തെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാം, നിങ്ങൾ ദൈവദാസന്മാരുടെ പേരൊരു പക്ഷെ പറയാതിരിക്കാം, വിഷയം പറയാതിരിക്കാം. വിടുവിക്കണേ എന്ന് നിങ്ങൾ പറയുമ്പോൾ എവിടെയാ വിടുതൽ കൊടുക്കണമെന്ന് അവൻ തീരുമാനിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക.
സംരക്ഷിക്കുക, അവൻ ചേർത്ത് നിർത്തുക, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. അവൻ അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഭയായി ഈ സഭയെ ദൈവം മാറ്റട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം തന്നൊരു അവൻ ആലോചനയിലേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള വേദഭാഗമാണ് ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം. ലൂക്കോസ് സുവിശേഷം 5 കേട്ടപ്പോഴേ നിങ്ങൾ പറയും ഇന്നും മീൻ പിടുത്തമാണോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. 5-ാം അധ്യായം 11-ാമത് വാക്യം ലൂക്കോസിന്റെ സുവിശേഷം. പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. സ്വത്രം. ഇനി ഇതിനകത്ത് ഇനി എന്നാ പറയാനുണ്ട് വാസ്തു എന്നായിരിക്കും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വത്രം. ഞാൻ സാധാരണ പറയുന്നുണ്ട് 7 ദിവസമൊക്കെ നമ്മൾ ഉപവസിക്കുകയാണെങ്കിൽ എത്ര വട്ടം കർമ്മയിൽ കയറി കറങ്ങുന്നത് നമ്മളല്ലേ. സ്വത്രം. 2-3 വട്ടം 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിക്കും. പിന്നെ ഒരു പ്രാവശ്യം മോറിയയിലോട്ടൊക്കെ നടന്ന് ഇങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ ഒരു 7 ദിവസത്തെ. ഈ സന്ദേശം ഇഷ്ടം പോലെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ 5-ാം അധ്യായത്തിന്റെ ഒരു ഭാഗം ദൈവം നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട 4 കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ വേഗത്തിൽ സന്ദേശത്തിലേക്ക് കിടക്കുക. 4 കഥാപാത്രങ്ങളെ കാണാൻ കഴിയും. 1 യേശു, 2 പത്രോസ്, മറ്റ് 2 കഥാപാത്രങ്ങളാണ് ഇമ്പോർട്ടന്റ്. ആ 2 കഥാപാത്രങ്ങൾ ഇല്ലെങ്കിൽ ഈ ചാപ്റ്ററേ വേസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഈ പാസേജ് വേസ്റ്റ് ആണ്. ഏതൊക്കെയാണെന്നറിയാമോ? 1 പടക്, 2 വല. ഈ പടകും വലയും പിന്നെ പത്രോസും യേശുവും വേണം. അപ്പോൾ തന്നെ പടകും വലയും ഇല്ലാതെ ഈ 2 വ്യക്തികളും മാത്രം ആ പാസേജിൽ നിൽക്കുന്ന ഒരു ചിത്രം നോക്കിയാട്ടെ എന്തെങ്കിലും നടക്കുമോ? ഇല്ല. അപ്പോൾ ഈ 4 കാര്യങ്ങളെ വെച്ചുകൊണ്ട് ദൈവം എന്നെ ചിന്തിപ്പിച്ച ഒരു അസാധാരണമായ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാം. എന്നെ ബലപ്പെടുത്തിയ ഒരു ദൂത് പറയണമെന്ന് ഇന്നലെ രാത്രി മുതൽ ദൈവം നിർബന്ധിച്ചതുകൊണ്ട് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. പടക് എന്നൊരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ശുശ്രൂഷിക്കുന്നത്. ഈ പാസേജിൽ പറയുന്ന പടക് എന്ന് പറയുന്ന ഒരു കാര്യം, വല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ പിന്നത്തെ ചിന്തിക്കുക. ധ്യാനിക്കുന്നവർക്ക് വേണ്ടി അവൻ ഒറ്റ വാക്കിൽ പറയാം. വലയുടെ 4 സ്റ്റേജുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. വലയുടെ 1 ഒഴിഞ്ഞ വല, 2 കഴുകിയ വല, 3 എറിഞ്ഞ വല, 4 നിറഞ്ഞ വല. ഈ 4 ദിവസം കൊണ്ട് നിങ്ങൾ പ്രസംഗിച്ചാൽ മതി. സ്വത്രം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ചിന്തിക്കുക. സ്വത്രം. ഒഴിഞ്ഞ വല, കഴുകിയത് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കും. സ്വത്രം. വിശദീകരിക്കുന്നില്ല. പടക് എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് കടന്നു വരാം. പടക് മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാടത്ത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ പാട്ടുകൾ ഇഷ്ടം പോലുണ്ട്. മനുഷ്യ ജീവിതം പടകുമായിട്ട് ബന്ധപ്പെടുത്തി. ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഉദാഹരണം അറിയാമോ? വിശ്വാസ ജീവിത പടക്. അല്ലേ? ഇങ്ങനെയുണ്ടോ? അക്കരയ്ക്ക് യാത്ര ചെയ്യും. ഇങ്ങനെ അപ്പം ജീവിതവും പടകുമായിട്ട് കണക്കാകുന്ന ഒരുപാട് പാട്ടുകൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചിന്ത പടകെന്നിനി ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ മുഴുവൻ നമ്മളായിട്ടായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം ഞാൻ ആ ഒരു എങ്കിലും ദൂതുകളിൽ പറയുന്നത് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ പടക് എന്ന് പറയുന്ന സ്ഥാനത്ത് എന്നെ നിർത്തണം. എൻ്റെ ജീവിതം എന്ന പടക്. അപ്പൊ ഇനി ആ പടക് എൻ്റെ ജീവിതവുമായി ചിന്തിക്കുമ്പോൾ പടകിന്റെ സ്റ്റേജുകളിലേക്ക് നമ്മൾ കിടക്കുക. 1-ാമത്തെ അവസ്ഥ കരയിലെ പടക്. 2 വെള്ളത്തിലെ പടക്. 3 ആഴത്തിലെ പടക്. 4 കരയിലെ പടക്. കരയിൽ തുടങ്ങി കരയിൽ അവസാനിച്ച ഒരു പടകാണ് 1-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ. മനുഷ്യ ജീവിതവും അങ്ങനെ തന്നെയാണ്. ഏതോ കരയിൽ തുടങ്ങി ഏതോ കരയിൽ അവസാനിക്കുന്നു. സ്വത്രം. യേശുവില്ലാത്ത പടക് തുടങ്ങി യേശുവിനെ ഉള്ളിൽ കയറ്റി യേശുവായി നീങ്ങി മുന്നോട്ട് എവിടെയോ നമ്മുടെ ഈ ശരീരമെന്ന പടകിനെ ഉപേക്ഷിച്ച് യേശുവിനോടൊപ്പം പോകുന്നതല്ലേ നമ്മുടെ ജീവിതം. സ്വത്രം. അപ്പോൾ ഈ ഒരു ആശയത്തിലായിരിക്കും ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് സന്ദേശം കൈമാറുന്നത്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. അപ്പോൾ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യനെ വേർതിരിപ്പാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു അധ്യായമാണ് 5-ാം അധ്യായം. യേശുവിനെ അവൻ ഈ 11-ാമത്തെ വാക്യം കരക്കടുപ്പിച്ച സകലതും വിട്ട അവനെ അനുഗമിക്കുന്ന യേശുവിന് വേർതിരിക്കുന്ന പത്രോസിനെ വേർതിരിക്കുന്ന ഒരു അധ്യായമാണ് ഈ 5-ാം അധ്യായം എന്നുള്ളത്. ഇനി യേശുവിനെ പത്രോസ് ആദ്യമായി കാണുന്നത് ഇവിടെയാണ്. അല്ല, ഈ സംഭവം യേശുവിനെ പത്രോസിന്റെ 3-ാമത്തെ ഇൻവിറ്റേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അടുക്കൽ പത്രോസിന്റെ 3-ാമത്തെ കൂടിക്കാഴ്ചയാണ് ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ. ഇതിനു മുൻപുള്ള 2 കൂടിക്കാഴ്ചയും പഠിക്കുമ്പോഴാണ് ഈ കൂടിക്കാഴ്ചയുടെ ആഴം മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. ഈ 5-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുൻപ്, ഇതിനു മുൻപ് പത്രോസിനെ യേശു എപ്പോഴാണ് ആദ്യമായി കാണുന്നത്? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം
41 വാക്യം. ജോൺ chapter 1 verse 41. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട് മശീഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 40 വാക്യം. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച രണ്ടുപേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയി. 37 വാക്യം. അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ടു, യേശുവിനെ അനുഗമിച്ചു. കേട്ടു, രണ്ടുപേർ അനുഗമിച്ചു. 37 വാക്യം. അവൻ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞത് കേട്ടു, കേട്ട പുറകെ രണ്ടുപേർ അനുഗമിച്ചു. ആ രണ്ടുപേരിൽ ആരാണെന്ന് ചോദിച്ചാൽ 39 വാക്യം. അതാരാ? അന്ത്രയോസ്. ആ അന്ത്രയോസ് യേശുവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചു. അവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ആദ്യത്തെ ശിഷ്യൻ ആരാ? അന്ത്രയോസ്. മറക്കല്ല്, PSC ക്വസ്റ്റ്യൻ അല്ല, എന്നാലും ഞാനങ്ങ് പറയുവാണ്. യേശുവിന്റെ ആദ്യത്തെ ഡിസൈപ്പിൾ ആരാണ്? അന്ത്രയോസ്. അപ്പോൾ അവൻ ആദ്യം ആരുടെ ശിഷ്യനായിരുന്നു? യോഹന്നാൻ സ്നാപകന്റെ. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ദേ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ദേ കുഞ്ഞാട് പോകുന്നെന്ന് കണ്ടതും കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും പോയില്ല. ആ കുഞ്ഞാടിന്റെ പുറകെ അങ്ങ് ഇറങ്ങി തിരിച്ചു. അതാണ് അന്ത്രയോസ്. അന്ത്രയോസ് യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ 41 വാക്യം അവൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? തന്റെ സഹോദരനായ പത്രോസിന്റെ കൈക്ക് പിടിച്ച യേശുവിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. ഇതാണ് പത്രോസും യേശുവും തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച. എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ ഈ കൺവെൻഷൻ നടക്കുമ്പോൾ വീട്ടിനടുത്തുള്ളവരെയൊക്കെ കൊണ്ട് ഈ യേശുവിന്റെ അടുക്കൽ കൊണ്ടുപോകുന്ന കൺവെൻഷന് കൊണ്ടുപോകുന്ന പോലെ അന്ത്രയോസ് പത്രോസിനെ കൊണ്ടുവന്ന് പ്രവാചകനാകുന്ന, അവരുടെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും നല്ല പ്രാസംഗികനാകുന്ന യേശുവിന്റെ മുമ്പിലോട്ട് നിർത്തി. യേശു ഒരു ദൂത് പറഞ്ഞു. എന്താ? നീ പത്രോസ് ആകുന്നു, അടുത്ത നിനക്ക് കേഫ എന്ന് പേരാകും. ഒരു പ്രവചനം കൊടുത്തു. മോനെ, നാളുകളിൽ നീ പാറക്കഷ്ണമാകും, നീ കേഫയാകും. ഈ ഒരു ദൂത്. അപ്പോൾ ഒന്നാമത് പത്രോസിന്റെ പ്രത്യേകത, ആദ്യമായി യേശുവിനെ കാണുമ്പോൾ യേശുവിൽ നിന്ന് ദൂത് പ്രാപിച്ചവനാണ് പത്രോസ്. പ്രവചനം കേട്ടവനാണ്, ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചവനാണ് പത്രോസ്. ഇവിടെ നിന്നുകൊണ്ട് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ട് അന്ത്രയോസിനെ പറ്റി പറയണമല്ലോ. നമ്മുടെ സഭയിലൊക്കെ അന്ത്രയോസുമാരുണ്ടെങ്കിൽ രക്ഷപ്പെടും. ഞാൻ എപ്പോഴും അന്ത്രയോസിനെ ഭയങ്കര സന്തോഷത്തോടെ ബഹുമാനത്തോടെ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു കഥാപാത്രമാണ് അന്ത്രയോസ്. അന്ത്രയോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇല്ലെങ്കിൽ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യനില്ല. അന്ത്രയോസിന് ഒരു പ്രസംഗം വേദപുസ്തകത്തിലുണ്ടോ? ഉണ്ടോ? അന്ത്രയോസ് എത്ര സഭ സ്ഥാപിച്ചു? പുള്ളി എന്നാ ചെയ്തു? പക്ഷെ പുള്ളി കൊണ്ടുവന്നവൻ 3000 എണ്ണത്തെ ഒറ്റ പ്രസംഗത്തിൽ നേടുന്നത്. എന്നാലും പുള്ളിക്ക് ഒരു ഈഗോയും ഇല്ല. അന്ത്രയോസിന്റെ മനസ്സൊന്ന് ചിന്തിച്ചേ. സ്തോത്രം. പുള്ളി പത്രോസിനെ കൊണ്ടുവന്നു. പുള്ളി കൊണ്ടുവന്നവൻ അടിച്ച് മിന്നുക. പക്ഷെ പുള്ളി ഇന്ന് മൂലയിലിരുന്ന് ഗ്ലോറി വിക്ടറി പറഞ്ഞു വരിക. ഇന്ന് പകൽ അങ്ങനത്തെ ഒരു മനസ്സുള്ള എത്ര അന്ത്രയോസുമാരുണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. അന്ത്രയോസിന്റെ ക്യാരക്ടറെ അതാ, മറഞ്ഞിരുന്ന് ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുക. മറഞ്ഞിരുന്ന് ഇന്ന് പകൽ നമ്മുടെ സഭയിൽ പ്രവർത്തിക്കുന്നവർ വേണം. പത്രോസുമാര് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പത്രോസുമാര് വേണം. അതിനോടൊപ്പം തന്നെ ആരും അറിയാതെ മറഞ്ഞിരുന്ന് ചില പത്രോസുമാരെ ക്രിസ്തുവിന്റെ മുൻപിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് പകൽ സഭ തയ്യാറാകട്ടെ. അത് നിന്റെ പ്രാർത്ഥനയിലൂടെയാകാം, ഒരു വാക്ക് പറയുന്നതിലൂടെയാകാം. നാളുകളിൽ പ്രയോജനപ്പെടേണ്ട ചിലതിനെ ക്രിസ്തുവിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഇന്ന് പകൽ ദൈവം ചിലതിനെ ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയ. ആരും അറിയാതെ മറഞ്ഞിരുന്നിട്ട് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നതുപോലെ നീ പരിചയപ്പെടുന്നവരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ഇന്ന് പകൽ നമുക്ക് തയ്യാറാകാം. അപ്പോൾ അന്ത്രയോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒന്ന്, മറഞ്ഞിരുന്നിട്ട് പത്രോസിനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഇതേ അന്ത്രയോസിനെ മറ്റൊരിടത്ത് കാണുന്നു. എവിടാന്നറിയാമോ? അതെവിടാ? യോഹന്നാൻ 6 അതിന്റെ 8-ാമത്തെ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. സ്വത്രം. അവിടെ ഒരു അന്ത്രയോസിനെ കാണുക. അവിടെയും അവിടെ പുള്ളിയുടെ ക്യാരക്ടർ വേറൊരു ക്യാരക്ടറാണ്. എന്താ വായിക്കുന്നത്? അന്ത്രയോസ് ഏത് വാക്യം? അത് 8-ാമത്തെ വാക്യം. 8-ാമത്തെ വാക്യം യോഹന്നാൻ 6:8. ശിഷ്യന്മാരിൽ ഒരുത്തനായി ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്. ആ ഉണ്ടെന്നുള്ള വാക്ക് കണ്ടോ? അതുവരെ ബാക്കി ശിഷ്യന്മാരെല്ലാം പറയുന്ന എന്നാ? ഇല്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. 11 എണ്ണവും ഇല്ല 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 എന്ന് പറയുന്നതിന്റെ ഇടയിൽ ഒരുത്തൻ മാത്രം പറഞ്ഞു ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇതാ അന്ത്രയോസിന്റെ പ്രത്യേകത. നമുക്കില്ല എന്ന് പറയാൻ എളുപ്പമാ. അതിന്റെ ഇടയിൽ തികയോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പാസ്റ്ററെ 5 അപ്പം ഉണ്ട്.
കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, എന്നാൽ സംതിങ് ഈസ് ദേർ. ഇത് വിശ്വാസത്തിന്റെ വാക്കാണ്. ഇനി ഞാൻ ഈ അന്ത്രയോസിനെ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇവൻ 5 അപ്പവും 2 മീനും ഉണ്ടെന്ന് പറഞ്ഞത് ഏതെങ്കിലും കടയിലല്ല. 5 അപ്പവും 2 മീനും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് ആരുടെ കയ്യിലുണ്ടെന്നാ പറഞ്ഞത്? ഒരു ബാലന്റെ കയ്യിൽ. ഇത് ആരാ പറയുന്നത്? യഹൂദനായ ഒരു മനുഷ്യനാ. അന്ത്രയോസ് യഹൂദനാ. യഹൂദന്മാരുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ അവര് ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. സ്വത്രം. അതുകൊണ്ടാണ് ശിശുക്കളെ യേശുവിന്റെ മടി കയറുന്നപ്പോ ഇവന്മാർ പറഞ്ഞ് ഇറങ്ങി പോടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അവരെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ. അവർ ഈ കുഞ്ഞുങ്ങളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. മെച്യൂർ ആകുന്നവരെ മാത്രം 30 വയസ്സ് വരെ. അവർ യഹൂദന്മാരുടെ പാരമ്പര്യം അങ്ങനെ പറയുമ്പോൾ സ്തോത്രം. ഇവിടെ നോക്കിയാട്ടെ, ഈ അന്ത്രയോസ് തിരക്കി നടക്കുന്നത് ആരെയാ? ഇനി ഈ അന്ത്രയോസിന്റെ മനസ്സിൽ വന്നുകൊണ്ട് ഞാനങ്ങ് പറയുക, ഇന്ന് പകൽ അങ്ങനെയുള്ള ക്യാരക്ടർ ഉള്ള ഒരു ഇതിനകത്ത് എഴുതേക്കട്ടെ. നോക്കണം, ഈ യോഗം നടക്കുമ്പോ അന്ത്രയോസ് എന്നെ എടുക്കുക. ഇവിടെ ഒരു ബാലനുണ്ട് പാസ്റ്റർ. ഇവിടെ ഒരു ബാലൻ വന്ന്, ഞാൻ പാസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്ന അവരുടെ പാസ്റ്റർ ആരാ? യേശുവാ. അപ്പൊ പാസ്റ്റർ ഇവിടെ ഒരു പയ്യനുണ്ട്, അവന്റെ കയ്യിൽ എന്തോ സാധാരണ ബൈബിളാ കൊണ്ടുവരുന്നത്, പക്ഷെ ഇന്നത്തെ പൊതിയിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട് എന്നല്ല അവൻ പറഞ്ഞു. പറച്ചിന്ന വാക്ക് ക്ലാരിറ്റിയാ. ഇവിടെ ഒരു ബാലനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പം എന്ന് ക്ലാരിറ്റി പറയാ. പുള്ളിക്ക് എങ്ങനെ അറിയാം? അപ്പൊ ഇങ്ങനെ 5 അപ്പം ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ടാണ് വരുന്നത്. 5 അപ്പവും 2 മീനുമായിട്ട് ഇങ്ങനെ ആട്ടി അങ്ങനെ അല്ലല്ലോ. ഒക്കെ പൊതിഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ വന്നത്, അല്ലെങ്കിൽ വട്ടിക്കാത്തോ എങ്ങനെയാണല്ലോ. ഇത്ര കൃത്യമായി 5 അപ്പം എന്ന് മാത്രമല്ല, അതിന്റെ കളറ്, അതിന്റെ നിറം അനുസരിച്ച് അത് യവത്തപ്പമാണെന്ന് വരെ പറയണമെങ്കിൽ അവിടെ യോഗം നടക്കുമ്പോൾ ഈ മനുഷ്യൻ ജനത്തിന്റെ ഇടയിലാണ്. എത്ര പേര് പൊതി കൊണ്ടുവന്നിട്ടുണ്ട്, അതിന്റെ വലിപ്പം എന്താണ്, ഫുൾ ഒബ്സർവേഷൻ. അപ്പൊ ജനത്തിന്റെ ഇടയിലാണ് അന്ത്രയോസ്, വേദിയിലല്ല. എന്ന് പറഞ്ഞാൽ യേശുവിനോടൊപ്പം അല്ല, ആരും അറിയാതെ ഇച്ചിരി മാറി നിന്ന്. അപ്പൊ ഇവൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു കൊച്ചൻ വന്നിട്ടുണ്ട്, അവന്റെ കയ്യിൽ പൊതിയുണ്ട്. അപ്പൊ ഈ പുള്ളി സ്പോട്ട് ചെയ്തു. അന്ത്രയോസ് ആ മനുഷ്യനെ സ്പോട്ട് ചെയ്തു. ഇനി അവൻ വെറുതെ ഒരു പൊതി ഉണ്ട് എന്നാ പിന്നെ സ്പോട്ട് ചെയ്തേക്കാമെന്നുള്ളതല്ല. ഇത് ആത്മീയ തലത്തിൽ നിങ്ങൾ ചിന്തിക്കണം. എത്രയോ കുഞ്ഞുങ്ങളുണ്ട്, എത്രയോ ആൾക്കാർ ഒരുപക്ഷെ അപ്പോയിട്ട് വന്നു കാണും, എത്രയോ പേര് വേറെ സാധനങ്ങളുമായിട്ട് വന്നു കാണും. അവരുടെ ഒന്നും മേലെ അന്ത്രയോസിന്റെ കണ്ണ് പതിഞ്ഞില്ല. ഈ പയ്യന്റെ മേൽ എന്തുകൊണ്ട് പതിഞ്ഞു? ഉത്തരം 6:6 എഴുതിയിട്ടുണ്ട്. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. അടുത്ത പദം, താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് യേശു അറിഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ യേശുവിന് എന്തറിയാം? ഇവിടെ ഒരു കുഞ്ഞ് വന്നിട്ടുണ്ടെന്ന് യേശുവിന് അറിയാം. ആ കുഞ്ഞിന്റെ കയ്യിൽ 5 അപ്പം ഉണ്ടെന്ന് യേശുവിന്, അവൻ 2 മീനുമായിട്ട് വന്നെന്ന് യേശുവിന് അറിയാം. ഈ 5 അപ്പമാണ് ഈ 5000 പേര് കഴിക്കാൻ പോകുന്നെന്ന് യേശുവിന് അറിയാം. അപ്പോൾ ഈ കുഞ്ഞിന്റെ കയ്യിലെ അപ്പം ഉണ്ടെന്ന് യേശുവിന് അറിയാലോ. അപ്പൊ യേശു അറിഞ്ഞ കുഞ്ഞിനെയാണ് ഇവൻ കണ്ടത്. മനസ്സിലായി? യേശുവിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞിന്റെ കയ്യിൽ അപ്പം ഉണ്ടെന്ന് യേശുവിന് അറിയാം. അപ്പൊ യേശുവിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞിന്റെ ചിത്രം കണ്ടല്ലോ, ഒരു 5 അപ്പമായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ ചിത്രം. ആ കുഞ്ഞിനെയാണ് അന്ത്രയോസ് ആത്മാവിൽ കണ്ടത്. ഇപ്പൊ ഇവന്റെ ആത്മീയ തലം എന്താ? യേശു മനസ്സിൽ കണ്ടത് ഇവൻ ആത്മാവിൽ കാണുന്നു. ആഗ്രഹമുണ്ടോ ആ തലത്തിലൊക്കെ? നമ്മൾ ഏതേലും കുഞ്ഞിനെ കണ്ടിട്ട് നമ്മൾ വിളിച്ചോണ്ട് വരും, ഇനി പോടാന്ന് പറയും. വന്നിട്ട് യേശുവിന്റെ മുമ്പിലോട്ട് നിർത്തിയിട്ട് പറഞ്ഞു, യേശു നീ ഉദ്ദേശിച്ച കുഞ്ഞിതാ, ഇവന്റെ കയ്യിലുള്ളത് നീ എടുത്തോ. അങ്ങനെയല്ല, യേശു കണ്ടതിനെ ഇവൻ കണ്ടു, യേശു തിരിച്ചറിഞ്ഞതിനെ ഇവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെയെങ്കിൽ യേശു ശ്രദ്ധിക്കുന്നതിനെ ആത്മാവിൽ ശ്രദ്ധിപ്പാൻ ഈ പകൽ നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. യേശു ഉദ്ദേശിക്കുന്നതിനെ ഞാൻ കാണും. ഞാൻ കാണുന്നത് യേശു കാണുകയല്ല, യേശു കാണുന്നതിനെ ഞാൻ കാണുന്ന തരത്തിൽ എന്റെ കണ്ണുകൾ തുറക്കുന്ന പകലായി മാറട്ടെ. ഈ പകൽ എത്ര പേരെന്ന് വിശ്വസിക്കുന്നുണ്ട്? കർത്താവിന്റെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടട്ടെ. അവസാനിപ്പിക്കുകയാണ് ഭാരം. കൊച്ചുമായിട്ട് ഇങ്ങനെ ഇരിക്കുക. കൊച്ചടയ്ക്കൊന്ന് പൊതി തുറന്നു ഒരപ്പം എടുത്തു. അപ്പം തുറന്നപ്പോഴേ ഇവൻ എണ്ണി 1, 2, 3, 4, 7 എണ്ണം. 7 എണ്ണം ഉണ്ട്. അതിലൊന്ന് എടുത്തു. അപ്പൊ ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം പൊതിഞ്ഞു വെച്ചു. അവിടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അന്ത്രയോസ് സ്പോട്ട്, ഈ മനുഷ്യൻ എവിടെയൊക്കെ കറങ്ങിയാലും കണ്ണവിടെ ഈ പയ്യന്റെ മേലാണ് കിടക്കുന്നത്. 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി പതുക്കെ പൊതി തുറക്കുന്നു. അന്ത്രയോസ് പതുക്കെ തല ചൊറിഞ്ഞ് വന്ന് നിന്നു. വീണ്ടും ഒരപ്പം കൂടി എടുത്തു. കൊച്ചു അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ട് മെസ്സേജ് കേട്ടോണ്ടിരിക്കുക. ആ സമയത്താണ് കർത്താവ് പറഞ്ഞ പക്ഷിപ്പാൻ കൊടുപ്പി.
ഉടനെ പുള്ളി കാൽക്കുലേറ്റ് ചെയ്ത് പയ്യൻ വന്നപ്പോൾ 7 അപ്പം 2 എണ്ണം 2 പ്രാവശ്യമായിട്ട് എടുത്തു, ബാക്കി 5. കർത്താവ് പയ്യനുണ്ട്, അവൻ്റെ 5 അപ്പം. എണ്ണം വരെ ക്ലിയർ ആയിട്ട് പറയത്തക്ക നിലയിൽ. സ്വന്തം ഇനി ഈ കുഞ്ഞിനെ യേശുവിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തി. 5 അപ്പം എന്ന് പറയുന്ന 5000 പേർക്ക് പോഷിപ്പിക്കുന്ന തരത്തിലൊരു കുഞ്ഞിനെ ക്രിസ്തുവിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയത് അന്ത്രയോസ. പത്രോസിനെ പരിചയപ്പെടുത്തി. പത്രോസ് മുഖാന്തരം 3000 ശ്രേഷ്ഠന്മാരെ പിടിപ്പിച്ചു. ഒരു കുഞ്ഞിനെ പരിചയപ്പെടുത്തി 5000 പേരെ പോഷിപ്പിച്ചു. തീർന്നില്ല. 12-ാം അധ്യായം നിങ്ങൾ പിന്നീട് പഠിക്കണം. യോഹന്നാൻ സുവിശേഷം 12:22 ജാതികളെ യേശുവിന് വേണ്ടി പരിചയപ്പെടുത്താൻ അന്ത്രയോസിനെ ഉപയോഗിച്ചു. അവൻ അന്ത്രയോസ് ഫിലിപ്പോസും കൂടി യേശുവിന്റെ മുമ്പിൽ യവനന്മാരെ പരിചയപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ ജനത്തിന്റെ മുമ്പിൽ യേശുവിനെ പരിചയപ്പെടുത്താൻ മറഞ്ഞിരുന്ന്. ഞാൻ വീണ്ടും പറയുന്നു, ഈ അന്ത്രയോസ് ഒരിക്കൽ പോലും ഒരു ലേഖനം എഴുതിയിട്ടില്ല. അന്ത്രയോസ് ഒരു പാട്ടും എഴുതിയിട്ടില്ല, ഒരു പ്രസംഗവും നടത്തിയിട്ടില്ല. ആരും അറിയാതെ മറഞ്ഞിരുന്ന ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില അന്ത്രയോസുമാരിനകത്തുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പു പറയാം, നിങ്ങളിലൂടെ പ്രവാചകന്മാര് പുറത്തു വരും. അവൻ ഒരു കാര്യം കൂടി കടത്തി പറയാം, നാളെയിൽ പ്രതിഫലങ്ങൾ വിഭാഗിക്കുമ്പോൾ പത്രോസിന് മാത്രമല്ല, ഒന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് തോന്നുന്ന അന്ത്രയോസിനും പ്രതിഫലം ഉണ്ടാകും. ഇന്ന് പകൽ ചിലതിനെ ഉറപ്പിക്കുക, എനിക്കൊത്തിരി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഒത്തിരി ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, കർത്താവ് പറഞ്ഞത് നീ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 25-ാമത് വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സംഭവം. രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴിയായി മതി. ധാരണ സംഭവം പറയുന്നേ. അവനെ സഭ സ്ഥാപിച്ചിട്ടുണ്ടോ ഈ 9-ാം അധ്യായത്തിൽ? ഇല്ല. ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഇല്ല. മിഷണറി യാത്ര വല്ലതും ചെയ്തോ? ഇല്ല. രക്ഷിക്കപ്പെട്ടു, വിടുവിക്കപ്പെട്ടു, പെന്തിക്കോസുകാരനായി, സുവിശേഷ പ്രവർത്തനം തുടങ്ങി. അവിടെ വായിക്കുന്ന യേശു തന്നെ ദൈവപുത്രൻ എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന സമയം, യേശു തന്നെ ദൈവപുത്രൻ നിങ്ങളെ തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവനെതിരെ ഒരു പ്രശ്നമായി. ഇവനെതിരെ ഒരു പ്രശ്നം വന്നപ്പോൾ അവിടെ വായിക്കുന്നത് അവന്റെ ശിഷ്യന്മാർ ഒരു കൊട്ട മേടിച്ചു. ഈ ശിഷ്യന്മാരുടെ പേരാർക്കെങ്കിലും അറിയാവോ? പേര് പറയാത്ത ശിഷ്യന്മാർ. ആ ടൈറ്റിൽ അങ്ങനെ കൊടുക്കാം, പേരില്ലാത്ത ശിഷ്യന്മാർ. ഇവർ ചന്തയിൽ ചെന്നിട്ട് ഒരു കൊട്ട മേടിച്ചു. കൊട്ട മേടിച്ചിട്ട് പൗലോസിനെ മതിലിന്റെ മുകളിൽ കയറ്റി, ഇവരും മതിലിന്റെ മുകളിൽ കയറ്റി. നിങ്ങളുടെ ആ മനസ്സിലേക്ക് ആ 2 എന്തായാലും ഒരാളല്ല, കൊട്ട മേടിക്കാൻ പോയത് ഒരാളല്ല എന്ന് ഉറപ്പാണ്. ഏറ്റവും കൂടുതൽ 2 പേരെങ്കിലും വേണമല്ലോ, കൊട്ടയുടെ കാത് ചരിഞ്ഞു പോവാതെ. ഇവർ 2 പേരും കൂടി മുകളിലോട്ട് കയറി ഇവനെ അതിനകത്തിരുത്തി. ഇരുട്ടിന്റെ മറവിൽ, ഒരു സാക്ഷ്യവും പറയുന്നില്ല, ഒരു നാട്ടുകാരും കാണുന്നില്ല. ഇരുട്ടിന്റെ മറവിൽ ഇവരെ കൊട്ടയ്ക്കകത്തിരുത്തി മതിലിന്റെ മുകളിലൂടെ ഈ 2 പേരും ഇറക്കി വിടുന്ന ഒരു ചിത്രം നിങ്ങളൊന്ന് നോക്കിയാട്ടെ. ഇറക്കി വിട്ടവരുടെ പേര് നമുക്കറിയത്തില്ല, പക്ഷെ ഇവർ ഇറങ്ങി പോയവനെ നമുക്കറിയാം. ഇറക്കി വിട്ടവരുടെ ചരിത്രം അവിടെ കൊണ്ട് തീർന്നു. പക്ഷെ ഇവർ ഇറക്കി വിട്ട ഒരുവനുണ്ടല്ലോ, അവൻ ഇക്കണ്ട ലേഖനങ്ങളെല്ലാം എഴുതുന്നവനായി മാറി. ഞാൻ ഈ ഇറക്കി വിട്ടവരോട് ആത്മാവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്ത് കണ്ടിട്ടാ കൊട്ട മേടിക്കാൻ പോയെ? ഇവൻ സഭയെ ഉപദ്രവിക്കുന്നവനല്ലേ? അല്ലായിരുന്നോ? ആണല്ലോ. നിങ്ങൾ കൊട്ടയിൽ ഇവനെ ഇറക്കി വിട്ടു, നാളെ ഇവൻ തിരിച്ചു വന്ന് സഭയ്ക്കെതിരെ തിരിയത്തില്ലെന്ന് എന്നാ ഗ്യാരണ്ടി ഉണ്ട്? പക്ഷെ ഇവരുടെ ഉള്ളിൽ കത്തിയ ഒരു വെളിപ്പാട്, ഞങ്ങളെ ആരും അറിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ ഇറങ്ങിപ്പോയി, ഞങ്ങൾ ഇറക്കി വിടുന്ന ഇവൻ നാളുകളിൽ പ്രയോജനപ്പെട്ടാലോ എന്ന് ചിന്തിച്ച് മറഞ്ഞിരുന്ന കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച ശിഷ്യന്മാർ, ഞാൻ ഒന്നുകൂടി പറയാം, നിത്യതയിൽ പൗലോസിന് പ്രതിഫലം കൊടുക്കുമ്പോൾ കൊട്ട മേടിക്കാൻ പോകുന്നവർക്കും പ്രതിഫലം ഉറപ്പാണ്. പകൽ സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന പിതാക്കന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ സഭയ്ക്ക് വേണ്ടി ഉപവസിക്കുമ്പോൾ, സഭയിലെ ചില കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി നാളുകളിൽ പ്രയോജനപ്പെടുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിന്റെ പ്രാർത്ഥന അതിന് ബലമാണ്, നിന്റെ പ്രാർത്ഥന അവർക്കൊരു ശക്തിയാണ്. വേണ്ടി മഹത്വം വെളിപ്പെടുമ്പോൾ, അവരുടെ ദൈവത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ അതിനൊരു പങ്ക് ദൈവം നിനക്കും തന്നിരിക്കുന്നു. അപ്പോൾ ഒന്നാമത് പത്രോസിനെ യേശു കാണുന്നത് അന്ത്രയോസ് പരിചയപ്പെടുത്തുമ്പോൾ ഒറ്റ ദൂത് കൊടുത്തു, പ്രവചനം കൊടുത്തു. നാളെ നീ കേഫയാകും. പ്രവചനം കേട്ട പത്രോസ്. രണ്ടാമത് പത്രോസിനെ നമ്മൾ കാണുന്നത് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ അവൻ പള്ളിയിൽ നിറങ്ങി ശീമോന്റെ വീട്ടിൽ ചെന്നു.
അവന്റെ അമ്മായിയമ്മ കഠിന ജ്വരം ബാധിച്ചു കിടന്നു. യേശു കുനിഞ്ഞവിടെ പനിയെ ശാസിച്ചു. രണ്ടാമത് പത്രോസും യേശുവും നമ്മളെ ഇൻസിഡന്റ് നടക്കുന്നത് വീട്ടിനകത്താണ്. വീട്ടിൽ വിടുതൽ വ്യാപരിച്ചു. ഒന്ന് പേഴ്സണൽ ലൈഫിൽ ദൂത് കിട്ടി. പേഴ്സണൽ ലൈഫിൽ ഞാൻ നിന്നെ കേൾഫയാക്കും. വേറെ ആരുമായിട്ട് അത് ബന്ധമില്ല. പേഴ്സണൽ ലൈഫിൽ ദൈവശബ്ദം കേട്ടു. രണ്ടാമത് വീട്ടിനകത്ത് ദൈവപ്രവൃത്തി കണ്ടു. ശരിയാണല്ലോ. മൂന്നാമത് ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ പത്രോസ് ഇപ്പോൾ നിൽക്കുന്നത് വീട്ടിലല്ല, സഭയിലല്ല, നാട്ടുകാരുടെ മുമ്പിൽ. ഇനി പറയുന്ന ദൂത് നിങ്ങൾ ശ്രദ്ധിക്കുക. പത്രോസേ, പേഴ്സണൽ ലൈഫിൽ ദൂതുണ്ടോ? ഉണ്ട് പാസ്റ്റർ, ഞാൻ കേഫയാകും. വീട്ടിനകത്ത് ദൈവം വല്ലതും ചെയ്യാറുണ്ടോ? എൻ്റെ അമ്മായി അമ്മയുടെ വിടുതൽ ഞാൻ കണ്ടതാ. നാട്ടുകാരുടെ മുമ്പിൽ നിനക്കെന്തെങ്കിലും കാണിക്കാനുണ്ടോ? നാട്ടുകാരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി ഇപ്പോൾ പത്രോസ് നിൽക്കുക. ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരെ നോക്കി ദൂത് പറയുന്നതെന്നറിയാവോ? പേഴ്സണൽ ലൈഫിൽ ദൂത് കേട്ടവരാ നിങ്ങൾ. പലപ്പോഴും വീട്ടിലെ പലരും വിടുവിക്കപ്പെട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നീ സമൂഹത്തിന്റെ മുമ്പിൽ എടുത്തു കാണിക്കാൻ ഒരു വിടുതലില്ലാതെ കടൽക്കരയിൽ തലകുലിച്ചു നിൽക്കുന്ന ഒരു പത്രോസിനെ പോലെ സമൂഹത്തിന്റെ മുമ്പിൽ എടുത്തു കാണിക്കാൻ ശൂന്യമാക്കപ്പെട്ട പടകാണ് നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, വ്യക്തിപരമായി ദൂത് പറഞ്ഞവൻ, വീട്ടിനകത്ത് ഇറങ്ങിയവൻ, നാട്ടുകാരുടെ മുൻപിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കില്ല. അവൻ ഇന്ന് പകൽ നിന്റെ അരികിൽ വന്നിരിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില വ്യക്തികളെ തൊട്ട ദൈവം സമൂഹത്തിന്റെ മുന്നിൽ, നാട്ടുകാരുടെ മുമ്പിൽ, നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ, കടൽക്കരയിൽ നിൽക്കുന്നവരുടെ മുമ്പിൽ എടുത്തു കാണിക്കാൻ ചിലത് നിന്റെ കരത്തിൽ വെളിപ്പെട്ടു വരുന്ന ദിവസങ്ങളുണ്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ ആമേൻ പറയുന്നുണ്ട്. വ്യക്തിപരമായി സംസാരിച്ചവൻ, വീട്ടിനകത്തിറങ്ങിയവൻ, നാട്ടുകാരുടെ മുമ്പിൽ ചലിക്കും. ദൈവത്തിന്റെ ആലോചന പേഴ്സണൽ ലൈഫിൽ ഒതുങ്ങത്തില്ല. ദൈവത്തിന്റെ ആലോചന 4 ചുവരുകൾക്കകത്ത് ഒതുങ്ങത്തില്ല. ദൈവത്തിന്റെ വിടുതലുകൾ, ദൈവത്തിന്റെ ആലോചന സമൂഹത്തിനും വെളിപ്പെടുത്തും. പത്രോസിനോട് ചോദിക്കേ, ദൂതുള്ളവനല്ലേ നീ? വീട്ടിൽ കണ്ടതല്ലേ വിടുതല്? എന്ത് ചെയ്യും? ശൂന്യമാ. ചോരുകാരി ഉറപ്പ. അവിടെ കർത്താവ് വന്നു. ഇവൻ വിളിച്ചിട്ടല്ല വന്നേ. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ നമുക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? രണ്ട് പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് മീൻ കൊടുക്കുന്ന ആയാലാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശീമോനുള്ള പടകുകളിൽ ഒന്നിൽ യേശു കയറി. കടൽക്കരയിലൊക്കെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ പോയിട്ടുണ്ടായിരിക്കും, കടൽ കണ്ടിട്ടുണ്ടായിരിക്കാം. കടൽക്കരയിൽ എത്ര പടക് കാണും? ആ പടകുകളിൽ ശീമോനുള്ള ഒന്നിൽ കയറി. ചോദ്യം, വേറെ പടകില്ലാഞ്ഞിട്ടാണോ? ഇഷ്ടം പോലെ പടകുണ്ടായിരുന്നു. ശീമോനെ, നിന്റെ പടകിനേക്കാളും വലിയ പടകുകൾ വേറുണ്ട്. പക്ഷെ ശൂന്യമാക്കപ്പെട്ട സമൂഹത്തിന്റെ നടുവിൽ ഒരു ചോദ്യചിഹ്നമായി, ആരുമില്ലാത്തവനായി ഞാൻ ആ പടകിനെ നിങ്ങൾ ധ്യാനിക്കണം. ഇന്നലകളിൽ ആ പടകിൽ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ നിറഞ്ഞ് കയറി വരുന്ന രംഗം അപ്പൊ ഞങ്ങൾ വിഴിഞ്ഞത്തൊക്കെ ചിലപ്പോഴൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. നിറഞ്ഞൊരു പടക് കയറി വരുമ്പോൾ ഈ വലയിടാൻ പോയവർക്ക് റോളില്ല. വലയിടാൻ അങ്ങോട്ട് പോയവർക്ക് റോളില്ല. അവരെന്താ എന്ന് പറയാം, അവർ മാറി നിൽക്കത്തേ ഉള്ളൂ. പിന്നെ കച്ചവടക്കാരാ വലിച്ചു കയറ്റുന്നേ, അവരാ എണ്ണുന്നേ, അവരാ ലേലം വിളിക്കുന്നേ എല്ലാമാ. ഇന്നലകളിൽ പത്രോസിന്റെ പടകിൽ അങ്ങനെ ജയ് വിളിക്കാൻ ചുറ്റും നിന്നവർ ഉണ്ടായിരുന്നു. പക്ഷെ ശൂന്യമാക്കപ്പെട്ട പടകിൽ നിന്ന് ഇറങ്ങാനും വല കഴുകാനും കൂട്ടുകാരില്ല, നാട്ടുകാരില്ല. ഒറ്റയ്ക്ക് അവൻ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വചനം പറയുന്നു, ശീമോനുള്ള ഒന്നിൽ അവൻ കയറി. ഇന്ന് രാത്രി ആത്മനിയോഗത്തിൽ ചിലതിനെ തൊട്ട് പറയാം. നിന്റെ ശൂന്യതയുടെ പടകേതെന്ന് നീ പറയാതെ അവന് നന്നായിട്ടറിയാം. നിറഞ്ഞ ആയിരക്കണക്കിന് പടകുകൾ ഉണ്ടെങ്കിലും, 100 കണക്കിന് പടകുകൾ നിറഞ്ഞ് തിരഞ്ഞു കിടന്നാലും അവന് കയറേണ്ട അഡ്രസ് തെറ്റത്തില്ല. അവൻ കരത്തിൽ തന്നെ അതെത്തിക്കും.
പ്രവചനാത്മാവിൽ ദൂത് പറയാം, 1000 കുഞ്ഞുങ്ങൾ നിരന്നു നിന്നാലും നിന്റെ തലമുറയ്ക്ക് കൈ കൊടുക്കണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നിന്റെ തലമുറയെ തേടി പിടിച്ച് കൈ കൊടുക്കാൻ അവൻ വിശ്വസ്തനാണ്. അതിനെ വെളിപ്പാടിലാ ചിലരെ ഉറപ്പിക്കുന്നതാ. ചേട്ടന്മാരും മാറിയും തിരിഞ്ഞും നിന്നാലും തലയിൽ തൈലക്കൊമ്പ് ചരിയത്തില്ല. അവൻ സ്തോത്രം. ദൈവത്തിന് പദ്ധതി ഉള്ളവൻ കാട്ടിൽ കടന്നാലും അവൻ 100 കണക്കിന് ചേട്ടന്മാരെ നിരത്തി നിർത്തിയാലും ശമൂവേലിനെ ദൈവം വിലക്കും. പക്ഷെ പദ്ധതി ഉള്ളവൻ വരുമ്പോൾ അവന്റെ തലയ്ക്ക് മുകളിൽ കൊമ്പ് ചരിയുന്നത് പോലെ ഇന്ന് മകൾ ചില കുടുംബങ്ങളുടെ പേരുള്ള നിയോഗം വെളിപ്പെട്ടു വരണം. തലമുറകളുടെ ദൈവത്തിന്റെ കൊമ്പ് ചരിയുന്ന പകലാക്കി ദൈവം മാറ്റണം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് കരം മാറി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഞങ്ങൾ ഏതൊക്കെ ഇടങ്ങളിൽ ഒതുങ്ങപ്പെട്ടിരുന്നാലും കയറേണ്ട സമയമാകുമ്പോൾ അവൻ ഞങ്ങൾ അടുക്കൽ വന്നിരിക്കുന്നു. ഈ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, കെരീത്തിൽ പോവുക. ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. കാക്കയ്ക്ക് അഡ്രസ്സ് തെറ്റത്തില്ല. നീ ഇരിക്കുന്നിടത്ത് കാക്ക വന്നോളൂ. ഈ കാക്കയ്ക്ക് അങ്ങനെ ഗൂഗിൾ, ഞാൻ ഇന്നലെ ഇവിടെ സംസാരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു, സ്വന്തം നോഹ പെട്ടകം പണിതു. നോഹ പെട്ടകം പണിതിട്ട് പ്രസംഗിച്ചു. നോഹ പ്രസംഗിച്ചത് എന്താ? വരാൻ പോകുന്നു, പെട്ടകത്തിൽ കയറുക. വെള്ളം വരുന്നു, അല്ലെങ്കിൽ മഴ പെയ്യുന്നു, ന്യായവിധി വരുന്നു, വെള്ളത്തിൽ കയറുക. പുള്ളി പ്രസംഗിച്ചത് എവിടാ? നാട്ടിലാണോ കാട്ടിലാണോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നാട്ടിലാ. കെട്ടുപൊട്ടിയത് എവിടാ? ആള് വന്നത് എവിടെന്നാ? കാട്ടിന്നാ. ഈ നിങ്ങളിങ്ങനെ ചിന്തിച്ച്, ഇവിടെ നോഹ ഇപ്പൊ പ്രസംഗിക്കുക, മഴ പെയ്യാൻ പോകുന്നു, പെട്ടകത്തിൽ കയറുക. മഴ പെയ്യാൻ പോകുന്നു, പെട്ടകത്തിൽ കയറുക. പുള്ളി പ്രസംഗിച്ചത് ഏത് ലാംഗ്വേജിലാ? സ്വന്തം പുള്ളിയുടെ ലാംഗ്വേജിലാ. ഓൾഡ് ഹീബ്രു എന്നൊക്കെയാണ് ചിലർ പറയുന്നത്, പ്രാചീന ഹീബ്രു. സ്വന്തം പുള്ളിയുടെ ലാംഗ്വേജിൽ ഇവിടെ നിന്ന് പറയുന്നു മഴ പെയ്യാൻ പോകുന്നു, പെട്ടകത്തിൽ കയറുക. ഇവിടെ നിന്ന് 300 കിലോമീറ്റർ അപ്പുറത്ത് ഒരു സിംഹച്ചാൻ ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഗുഹയുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുക. കിടക്കുമ്പോൾ പുള്ളിയുടെ ഉള്ളിലേക്ക് ഒരു ലാംഗ്വേജ്, ഒരു ചിന്ത വരിക, അല്ലെങ്കിൽ ഒരു പ്രസംഗം കേൾക്കുക, മഴ പെയ്യാൻ പോകുന്നു, പെട്ടകത്തിൽ കയറുക. ഈ പുള്ളി ഹീബ്രുവിൽ ഇവിടെ പ്രസംഗിച്ചത് സിംഹത്തിന്റെ ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതാരാ? ഇനി ഈ ഇവിടെ പ്രസംഗിക്കുന്നത് 200 കിലോമീറ്റർ കിടക്കുന്ന അപ്പുറത്ത് കിടക്കുന്നവൻ, അവൻ എങ്ങനെ കേട്ടു? പുക പോകുന്ന കേസുകളല്ലേ ഇതൊക്കെ. സ്വന്തം. ഇപ്പൊ നമ്മുടെ ജോലി എന്താ? ആളിനെ കയറ്റുക എന്നുള്ളതല്ല. നമ്മുടെ ജോലി പ്രസംഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജോലി പണിയുക എന്നുള്ളതാണ്. നമ്മൾ പെട്ടകം പണിത് തീരുമ്പോ ഇതിനകത്ത് ആളെ കയറ്റുന്ന ജോലി ദൈവത്തിൻ്റെതാ. അത് ഏത് നമ്മൾ മലയാളത്തിൽ പ്രസംഗിച്ചാൽ ട്രാൻസ്ലേഷൻ ദൈവം വെളിപ്പെടുത്തും. ഞാനിങ്ങനെ ചർച്ച തുടങ്ങി. സ്വന്തം കുറെ എനിക്കറിയത്തില്ല, തെലുങ്കുകാർ ചുമ്മാ കയറി വരുവാ. എനിക്ക് മലയാളം പ്രസംഗിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദി അല്ലാതെ ഒരു മലയാളം അല്ലാതെ ഒരു ഭാഷ എനിക്കറിയത്തില്ല. നമ്മൾ മലയാളത്തിൽ പ്രസംഗിക്കുന്ന ഇപ്പം എനിക്ക് തോന്നുന്നു 10-14 തെലുങ്കുകാർ കയറി വരുക. ഞങ്ങൾ അങ്ങനെ തെലുങ്ക് ആരാധന സ്വന്തം. അപ്പം ഈ ട്രാൻസ്ലേഷൻ ദൈവം ചെയ്തോളൂ. നമ്മളങ്ങ് ചെയ്യേണ്ടതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു വരുന്ന സഭ പെട്ടകം പണിത് കഴിയുമ്പോൾ, സഭ അവൻ കഴികൾ വെളിപ്പെടുത്തി കഴിയുമ്പോൾ, യേശു പത്രോസിന്റെ പടകിൽ കയറിയതുപോലെ അവൻ നിങ്ങളുടെ പടകിലേക്ക് ചിലതിനെ കൊണ്ടുവരാൻ ദൈവം വിശ്വസ്തനാണ്. ഞാൻ പറഞ്ഞല്ലോ, പെട്ടകം ഇവിടെ പണിതു. ഒരു 200-300 കിലോമീറ്റർ അപ്പുറത്ത് സിംഹം കിടക്കുക. സിംഹം അവിടെ കിടക്കുമ്പോൾ നോഹയുടെ പെട്ടകത്തിന്റെ ലൊക്കേഷൻ ആരാ അയച്ചു കൊടുത്തത്? വന്ന വഴിക്ക് എത്രയോ കോഴിക്കോട് പോലുള്ളതൊക്കെ കാണാം. പുള്ളി ആ തിരിഞ്ഞൊന്നും ഒരു കോഴിക്കൂട്ടിലും കയറി ഒരു കോഴിയെ പിടിച്ചില്ല. കറക്റ്റായിട്ട് ഈ ലൊക്കേഷൻ മാപ്പ് നോക്കി കറക്റ്റായിട്ട് പൂനെ IPC തന്നെ വന്ന് കയറുക.
ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു പരിപാടി നമുക്കറിയത്തില്ല, ഉടയവൻ പറഞ്ഞത് കൊണ്ടാണ്. നമുക്കാണിത് പലതും പറയും. കർത്താവിന് തെറ്റുകയില്ല. ഇന്ന് പകൽ ഏത് പടകിൽ അവന് കയറണം, ആരെ ഏത് പടകിൽ കേറ്റണം എന്ന് നന്നായി അറിയുന്നവൻ ഇന്ന് പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സഭയോടുള്ള ദൂതാണ്. ഇത്രയും വലുത് വേണോ, ഇങ്ങനെ വേണോ, ഒരഭിപ്രായവും അതിനകത്തില്ല. ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുക, മതില് പണിയുക, പെട്ടകം പണിയുക. നിറയ്ക്കുന്ന ജോലി എന്റേതാണ്. എനിക്ക് അഡ്രസ് തെറ്റത്തില്ല. എനിക്ക് എന്റെ മഹത്വം ഞാൻ വിട്ടുപണിക്കത്തില്ല. ഞാനത് ചെയ്തിരിക്കും. 2027 പണിയുടെ വർഷമാണ്. 2027 പണിയുടെ വർഷമാണ്. ദൈവാത്മാവ് അങ്ങനെ വല്ലാതെ നിർബന്ധിക്കുന്നുണ്ട്. ഞാൻ പറയാം സ്തോത്രം. നമ്മൾ പറ്റില്ല എന്ന് പറയാം. ഇവിടെ ഒരു ബാലൻ ഉണ്ടാവും. മാസേ 200 വെള്ളിക്കാശ് ഉണ്ടെങ്കിൽ തകയത്തില്ല എന്നല്ല പറഞ്ഞേ. ഇത് പിച്ചിപ്പറിച്ച് കൊടുത്താൽ പോലും 5000 പോയിട്ട് 500 പേർക്ക് തികയത്തില്ല ഈ 5 അപ്പം. പക്ഷെ എന്നാലും 5 എണ്ണം ഉണ്ട് എന്ന് പറയാം. കർത്താവ് ഭാഷ ഒത്തിരി ഒന്നുമില്ല. 500 വേണ്ടി. 500നെ 50 ആക്കാൻ ദൈവത്തിന് പറ്റത്തില്ല. നമുക്ക് പറ്റത്തില്ലായിരിക്കും, കർത്താവിന് പറ്റും. ഞാൻ ഒന്നുകൂടി പറയാം. 5 അപ്പത്തെ കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തു, വർദ്ധിച്ചു, വിളമ്പി, ശേഷിച്ചു. അടുത്ത വാക്ക് പറയാമോ? ശേഷിച്ചവ കൊട്ട നിറച്ചെടുത്തു. സന്തോഷമുണ്ടോ? കൊട്ട എവിടെ കിട്ടി? വന്ന ഭാഷ മുഴുവൻ ചോദ്യങ്ങൾ മാത്രമാണ്. ഒരു കവറിനകത്ത് ഒരു പയ്യൻ ഇട്ടുകൊണ്ട് വന്ന 5 അപ്പം, ഒരു കവറിനകത്ത് ഇങ്ങനെ പിടിച്ച് ആട്ടി ബൈബിളുമായിട്ട് കൊണ്ടുവന്ന ഒരു 5 അപ്പത്തെ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. കർത്താവ് അങ്ങ് വർദ്ധിപ്പിച്ചു. 12 കഴിച്ചതുമൊക്കെ നമുക്ക് സന്തോഷം. ബാക്കിയുള്ളത്, ഈ ബാക്കി വന്നത് ഈ സൂത്രം ഇതിനെല്ലാം അങ്ങ് വർദ്ധിപ്പിക്കുക. വർദ്ധിപ്പിച്ച് വെക്കുമ്പോൾ ഇത് വെക്കാൻ കൊട്ട വേണ്ടേ? ഞാൻ കർത്താവിനോട് 3 ദിവസം ഇരുന്ന് ധ്യാനിച്ചു. കർത്താവ് ഇത് കൊട്ട എവിടെ നിന്നാണ് കിട്ടിയത്? അവസാനമായപ്പോൾ ദൈവം ഒന്നും പറയാതായപ്പോൾ അങ്ങ് ടെൻഷനായി. ഉള്ള ബുക്കുകളും റെഫർ ചെയ്യുന്ന ഉള്ളതുണ്ടല്ലോ, നമ്മളിങ്ങനെ എന്തെങ്കിലും ഒന്ന് കയറി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുവാണല്ലോ. സ്വത്രം കൊട്ട എവിടെ നിന്ന് കിട്ടി? അവസാനം കർത്താവ് എന്നോട് പറഞ്ഞു, ഇന്നോ ഒരു പൊണ്ടത്തരവാടാണ് നീ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു. കാര്യം കർത്താവ് വർദ്ധിപ്പിച്ചു. ഇപ്പം നമ്മുടെ ടെൻഷൻ മുഴുവൻ വർദ്ധിപ്പിച്ച് ഇത് വെക്കുന്ന കൊട്ട എവിടെ നിന്നുള്ള കർത്താവ് വർദ്ധിപ്പിച്ചതൊക്കെ നമ്മൾ വിട്ടു. അയ്യോ കർത്താവ് ഇതെല്ലാം കൂടെ ഇതിലേക്ക് എവിടെ വെക്കും? വർദ്ധിപ്പിച്ച എനിക്കറിയത്തില്ലേ വെക്കുന്ന ക്രമീകരണം ഒരുക്കാൻ. അപ്പം വർദ്ധിപ്പിച്ച എനിക്കാണോ ഈ 12 കൊട്ടയുടെ കാര്യം? അത് എങ്ങനെയും വന്നോട്ടെ, നിനക്ക് വെക്കാൻ കൊട്ട കിട്ടിയാ പോരെ. അപ്പൊ നമ്മുടെ പ്രാർത്ഥന, കർത്താവ് ഇതെല്ലാം ആയ കൊട്ട എങ്ങനെപ്പാ ടെൻഷൻ, നമുക്ക് ഇത് എവിടെ നിൽപ്പാ, അങ്ങനെ ഒന്നും വേണ്ട. വർദ്ധിപ്പിക്കാൻ കർത്താവിനെ കയ്യിലോട്ട് വിട്ടുകൊടുത്താൽ മതി. വർദ്ധിച്ചു കഴിയുമ്പോൾ അത് വെക്കേണ്ട സിസ്റ്റത്തെ ദൈവം എല്ലാം ഒരുക്കിക്കൊള്ളും. കർത്താവ് ഒന്നും പാഴാക്കുക. ഒരു കാര്യം ഉറപ്പാ. എന്നോട് ദൈവാത്മാവ് സഭയെ പ്രവചിച്ച് പറയാം. ഒരു കുഞ്ഞു കൊണ്ടുവന്ന 5 അപ്പത്തെ 12 അപ്പോസ്തലന്മാർ ചുമക്കുന്ന 12 കൊട്ടകളാക്കി ദൈവത്തിന് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ സഭയുടെ കീഴിൽ അവൻ ചിലർ ചുമക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ സഭയ്ക്ക് ആമേൻ പറയാൻ പറ്റും. ഒരു ബിൽഡിങ്ങിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ ഒരു കവറിലിരിക്കുന്ന ഇത്രയും അപ്പത്തെ ദൈവം വർദ്ധിപ്പിക്കാൻ ചില ശിഷ്യന്മാര് ചുമക്കുന്ന കൊട്ടകളാക്കി ഇതിനെ പിരിക്കുവാൻ നെഗറ്റീവായിട്ടല്ല പിരിക്കാന്ന് വാക്ക് ഉദ്ദേശിച്ചത്. അവൻ പലയിടങ്ങളിൽ ഔട്ട് സ്റ്റേഷൻ പോലെ ഈ സഭയെ വർദ്ധിപ്പിക്കാൻ ദൈവം നോക്കുമ്പോൾ ഇന്ന് പകൽ സഭയിൽ പറയുക, ഇതിനെ തകർത്ത് കളയുന്ന പിശാച് വാദിച്ചു നിന്ന ചില പോരുകൾ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ വെട്ടിയെങ്കിൽ സഭയെ ഞാൻ വളർത്തും, സഭയെ ഞാൻ പുറപ്പെടുത്തും. ദൈവത്തിന് നിന്റെ പടക് തെറ്റത്തില്ല. ആ പടകിലേക്ക് യേശു കയറി. പടക് കണ്ടുപിടിച്ചത്, പടകിൽ കയറിയതും പത്രോസ് പറഞ്ഞിട്ടല്ല, യേശു ചെയ്തതാണ്. കാര്യം എന്നാന്നറിയാമോ?
ഇന്നലകളിൽ നീ എൻ്റെ അടുക്കൽ വന്നവനാ. വാക്ക് മറക്കരുത്. ഇന്നലകളിൽ നീ എൻ്റെ അടുക്കൽ വന്ന് എന്റെ ശബ്ദം കേട്ടവനാ. ഇന്നലകളിൽ നീ എന്നെ വീട്ടിൽ സ്വീകരിച്ചവനാ. അതുകൊണ്ട് സമൂഹത്തിൽ നീ തല കുനിയുമ്പോ നീ പറയാതെ വരേണ്ട ജോലി എന്താണ്? എത്രവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചതും സേവിച്ചതും കർത്താവിന് വേണ്ടി നിങ്ങൾ നിന്നതും അവൻ മറന്നു കളയത്തില്ല. നിങ്ങൾക്ക് തല കുനിക്കുമെന്ന് അറിയുന്ന സമയത്ത് അവൻ വന്നിരിക്കും, അവൻ പ്രവർത്തിച്ചിരിക്കും. ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കറിയില്ല, ദൈവം വല്ലാതെ നിർബന്ധിച്ച് ദൂതുകൾ പറയുന്നത്. സ്വന്തം ഈ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, വസ്ത്രം പഴകില്ല. വേറെ ഒരു സംഭവത്തെ കുറിച്ചും പറഞ്ഞില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഇച്ചിരി വസ്ത്രം പഴകിയാലും കുഴപ്പമില്ല, ഫുഡ് കിട്ടിയാൽ മതി അല്ലേ. എല്ലാ ദിവസവും പുതിയ വസ്ത്രം ധരിക്കണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ പഴകിയ ടീഷർട്ട് ആണെങ്കിലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം, കാരണം പട്ടിണി കിടക്കാൻ പറ്റും. ഡെയിലി വെള്ളവും അപ്പവും മഞ്ഞയും കിട്ടുമെന്ന് നല്ല വചനം പറഞ്ഞു. വചനം ദൈവം ഗ്യാരണ്ടി ചെയ്ത രണ്ട് കാര്യമുള്ളൂ. നിന്റെ വസ്ത്രവും പഴകിയല്ല, ചെരുപ്പ്, അതിൻ്റെ രണ്ടിൻ്റെ ഗ്യാരണ്ടി ഞാനാ. ഞാൻ ദൈവത്തോട് കർത്താവേ, ഇപ്പം ചെരുപ്പില്ലേ, മരുഭൂമിയാണ്, ചെരുപ്പ് ആവശ്യമുണ്ട്. എന്നാലും നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പാള കീറിയിട്ടാണേലും ചപ്പലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. പക്ഷെ കർത്താവ് എന്തിനാ ഇതിന് രണ്ട് മാത്രം ഗ്യാരണ്ടി കൊടുത്തേ? കർത്താവ് പറഞ്ഞു, കാരണം ഇവർ ഇത് രണ്ടും എനിക്ക് വില മുടക്കില്ല. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്തോത്രം കൊള്ളയിട്ടു എന്നൊരു വാക്യമുണ്ടല്ലോ. മിസ്രൈമിലെ കൊള്ളയിട്ടു. യഹൂദ സഹോദരിമാർ അല്ലെങ്കിൽ മിസ്രൈമിൽ അവർ പാർക്കുമ്പോൾ യഹൂദ സഹോദരിമാർക്ക്, നോർത്ത് ഇന്ത്യയിലുള്ളവർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് അത് കണക്ട് ആവും. ഈ രണ്ട് മറ്റേ കമ്പി വെച്ചിട്ട് ഇങ്ങനെ ഈ തുണി ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഈ ഒരു സംഭവം അവിടെ ഉണ്ടാകും. ഇവർ പല നിറത്തിലുള്ള നൂലുണ്ടാക്കും. നൂലുണ്ടാക്കി വെച്ചിട്ട് തണുപ്പ് കാലത്ത് അതിനനുസരിച്ചുള്ള ഈ എന്താ പറയുക, ദ്വാരം ചെറുതായിട്ടുള്ളതും ഫുൾ കൈ ആയിട്ടുള്ളതും ചൂട് സമയത്ത് ദ്വാരം കൂടിയതും ഒക്കെ ആയിട്ടുള്ള തുണികൾ നെയ്യുന്നൊരു സ്വഭാവം യഹൂദ സഹോദരിമാർ, അതായത് ഇസ്രായേലിയ സഹോദരിമാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സ്തോത്രം ഇവരിറങ്ങിത്തിരിക്കുമ്പോൾ കൊള്ളയിട്ടു എന്ന് പറയുമ്പോൾ സ്വർണവും വെള്ളിയും മാത്രം കൊള്ളയിട്ടുകൊണ്ട് വരികയല്ല, മരുഭൂമിയിലൂടെയാണ് ഇവർ പോകുന്നത്. മരുഭൂമിയിലെ കനാനിലേക്ക് പോകുമ്പോൾ തുണി കൊടുക്കാൻ വേണ്ടേ? അപ്പോൾ യഹൂദന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? ഈ ഇസ്രായേലിയ സഹോദരങ്ങൾ എല്ലാവരും മിസ്രൈമ്യരിൽ നിന്ന് ഇത് മുഴുവൻ അങ്ങ് കൊള്ളയിടുക. ഇത് ഉൾപ്പെടെ നൂലുകൾ, കെട്ടുകണക്കിന് പല നിറത്തിലുള്ള നൂലുകൾ ഇവരെടുത്തുകൊണ്ടാണ് മരുഭൂമിയിലേക്ക് പോകുന്നത്. രണ്ട്, നീർനായ എന്ന് പറയും, ബാഡ്ജർ സ്കിൻ എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത്. നൈലിൽ കാണുന്ന ഒരു പ്രത്യേകതരം ജീവി. ആ ജീവി ചില സമയത്ത് കരയിലേക്ക് അടിയുമ്പോൾ അതിനെ കൊന്ന് അതിന്റെ തോലി ഉരിക്കും, ഭയങ്കര കട്ടിയായ തോല. ഇതെടുത്തിട്ടാണ് സ്തോത്രം ചെരുപ്പുണ്ടാക്കുന്നത്. സ്തോത്രം ഇവർ ചെരുപ്പുണ്ടാക്കുന്നത്. ഇതും കെട്ടുകണക്കിനുമായിട്ടാണ് ഇവർ പുറപ്പെടുന്നത്. ചെങ്കടൽ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, സമാഗമന കൂടാരം പണിയണം. സമാഗമന കൂടാരം പണിയണം, തടി വേണം, അത് വേണം, ഇത് വേണം. അതിൻ്റെ ഇടയിൽ രണ്ട് കാര്യം ദൈവം പറഞ്ഞു, എനിക്ക് തിരശ്ശീലയ്ക്ക് വേണ്ടി പഞ്ഞിനൂല് വേണം. മരുഭൂമിയിൽ എവിടാ പഞ്ഞിനൂല്? രണ്ട്, തഹശു തോലും എനിക്ക് വേണം. തഹശു, ഇത് രണ്ടും ഇസ്രായേൽ മക്കളുടെ വീട്ടിലുണ്ട്. എന്തിനെന്നറിയാമോ? അവരുടെ മക്കൾക്ക് തുണി ഉണ്ടാക്കേണ്ട നൂലും അവരുടെ മക്കൾക്ക് ചെരുപ്പുണ്ടാക്കേണ്ട തഹശു തോലും ആലയപ്പണിക്ക് കൊടുത്തപ്പോ തമ്പുരാൻ പറഞ്ഞു, നിന്റെ നൂല്, നിനക്ക് തുണി ഉണ്ടാക്കേണ്ട നൂല് എനിക്ക് തന്നെങ്കിൽ നിന്റെ തുണി പഴകാതെ നോക്കേണ്ട ജോലി എന്റെതാ. നീ ചെരുപ്പുണ്ടാക്കാൻ വെച്ചതായ തോല് അത് മാറ്റി വെച്ചിട്ടാ അത് തകച്ചു തോൽ എന്റെ ആലയപ്പണിക്ക് തന്നെങ്കിൽ നിന്റെ ചെരുപ്പ് തേയാതെ നോക്കേണ്ട ജോലി എന്റെതാ. ഒന്നുകൂടി കടത്തി പറയാം, ദൈവാലയത്തിന് വേണ്ടി നിങ്ങൾ മുടക്കുന്നതൊന്നും പാടല്ല, അവൻ അതിന് പ്രതിഫലം തരും. എല്ലാവരും ഒന്നുകൂടി ഞാൻ വിശേഷങ്ങളൊന്നും പറയാം. സ്ഥാനം കിട്ടാൻ കൊടുക്കാനല്ല ഞാൻ പറയുന്നത്, അവൻ സ്തോത്രം മാന്യത കിട്ടാൻ കൊടുക്കാനല്ല പറയുന്നത്. അവൻ ദൈവത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും അതിന്റെ ഉത്തരവാദി ദൈവമാണ്. ദൈവം അതിന് മാന്യതയോടെ നടക്കുന്നത്. വീട്ടിൽ സ്വീകരിച്ചു, ഹൃദയത്തിൽ ദൂത് കേട്ടു,
സമൂഹത്തിന്റെ നടുവിൽ ഇതാ ഒരു വിടുതൽ വെളിപ്പെടുത്തുന്നു. ഇങ്ങനെ അത്രയും പറഞ്ഞു വിടുകയാണ്. പത്രോസിന്റെ പടകിൽ യേശു കേറി മീന് കൊടുത്തു എന്നാണോ വാക്യം? അല്ല, പിന്നെ എന്ത് ചെയ്തു? പടക് കേറി, പടകിലോട്ട് യേശു കേറിയിട്ട് എന്ത് പറഞ്ഞു? അതാണ്, അത് ഭയങ്കര അർത്ഥമാണ്. സ്വതന്ത്രം പടകിൽ നമ്മുടെ ചിന്തയല്ല. ഒഴിഞ്ഞ പടക് യേശു കേറി മീന് കിട്ടി, ഗ്ലോറി വിറ്ററി, അങ്ങനെയല്ല. മീനൊക്കെ കിട്ടിയ കുറെ കഴിഞ്ഞിട്ടാ സ്വതന്ത്രം. ഫസ്റ്റ് യേശു കേറിയിട്ടല്ല പറഞ്ഞു മുന്നോട്ട് നിൽക്കുക. യേശു ഉള്ള പടക് എങ്ങനെ ആയിരിക്കണം? മുന്നോട്ട് നിൽക്കണം. അപ്പൊ പടകിനെ കുറിച്ച് പഠിക്കണം. സാധാരണ 3 ടൈപ്പ് പടകുകളാണ്. ഞാൻ ചിന്തിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ പറയും 3 അല്ല, ഞങ്ങളുടെ ഇടയിൽ പല ടൈപ്പുകളുണ്ടെന്ന് പറയും. അതല്ല, അപ്പം ഞാനൊരു 3 പറയുന്നുള്ളൂ. 3 ടൈപ്പ് പടക്. ഒന്ന് കരയിലെ പടക്. പുള്ളിക്ക് വെള്ളമായിട്ട് ഒരു ബന്ധവുമില്ല. കരയിൽ ഇങ്ങനെ മാറ്റി കുറ്റിയടിച്ച് അങ്ങനെ വെച്ചിരിക്കുക. രണ്ടാമതൊരു ടൈപ്പ് പടകുണ്ട്, വെള്ളത്തിലെ പടക്. ഫുൾ വെള്ളത്തിലാണ്. വെള്ളത്തിൻ്റെ തിരമാല അനുസരിച്ച് ഈ പടക് ഇങ്ങനെ നടക്കുക. മൂന്നാമതൊരു ടൈപ്പ് പടകുണ്ട്. അത് നമ്മുടെ എല്ലാ സഭകളിലും ചിലരുണ്ട്. സ്വതന്ത്രം ഇവിടെ ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അത് അവതരിപ്പിക്കുന്നു. കരയിലും വെള്ളത്തിലും പടക്. കടല് കാണാൻ പോയിട്ടുള്ളവർക്കറിയാം, പുള്ളിയുടെ പകുതി ഭാഗം കരയിലും പകുതി ഭാഗം വെള്ളത്തിലുമാണ്. കരയിൽ നിന്ന് നോക്കിയാൽ പുള്ളി കരക്കാരനാണ്, വെള്ളത്തിൽ നിന്ന് നോക്കിയാൽ പുള്ളി വെള്ളക്കാരനാണ്. ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ബന്ധുഭൂസാരം. സ്വന്തം കരയിലും വെള്ളം ബാലൻസ് ചെയ്ത് നിൽക്കുക. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ 21 ദിവസമൊക്കെ ഉപവാസം വയ്ക്കും. സഭ 21 ദിവസമൊക്കെ ഉപവാസം വയ്ക്കുന്നതിനിടയിൽ വേലിയേറ്റം ഉണ്ടാകും. നമ്മുടെ ഉപവാസത്തിന്റെ 14ാമത്തെ ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരു വേലിയേറ്റം ഉണ്ടാകും. അപ്പൊ അതുപോലെ ഈ മാസത്തിൽ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ തിര കയറി വരുമ്പോൾ ഈ പുള്ളി എവിടാ? അന്ന് നമ്മൾ വിചാരിക്കും പുള്ളി ആഴക്കടലിൽ തത്തിക്കളിക്കുന്നത് നമ്മുടെ ചിന്ത. സ്വത്രം ചുമ്മാതാ. ഈ തിര കയറിയപ്പോൾ അതിന്റെ ഓളത്തിലൊന്ന് വെട്ടിയതാ. സ്വത്രം കുറച്ച് കഴിയുമ്പോൾ വേലി ഏറ്റവും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാ? ഉറപ്പാ. വേലി കയറിയിട്ടുണ്ടെങ്കിൽ വേലി ഇറക്കമുണ്ട്. അപ്പൊ വേലി കയറിയതുപോലെ വേലി ഇറങ്ങുമ്പോൾ പുള്ളി എന്നായും മണലല്ലേ ഒന്നുകൂടി ഇരുന്നങ്ങിരിക്കും. കല്ലാണെങ്കിൽ ഇത് ഒന്നുകൂടി ഉറച്ചിരിക്കും. പിന്നെ പുള്ളി ഇളകണമെങ്കിൽ അടുത്ത വേലിയേറ്റം, അടുത്ത 21-ന്റെ 14ാമത്തെ ദിവസം രാത്രി മുതൽ അടുത്ത വെള്ളവാസം. ഇന്ന് പകൽ നമുക്കൊരു തീരുമാനമാണ്. യേശു എന്റെ പടകിൽ കയറിയോ? ഇരിക്കുന്നിടത്തിരിക്കാനല്ല. ഞാനിത് ഇങ്ങനെ പറയുമ്പോൾ ഗൗരവത്തിൽ ചിന്തിക്കണം. ഞാൻ ഉൾപ്പെടെയാ പറയുന്നത്. ഇനി ഒന്നുകൂടി പറയാം. ഇന്നലെ ഇരിക്കുന്നിടത്ത് ഇന്നിരുന്ന നീ പിന്മാറ്റക്കാരനാ. അയ്യോ, ഇത്തിരി കട്ടിയാ. ഞാൻ പറഞ്ഞ ഉപദേശിച്ച് കട്ടിയാണോ? ഇന്നലെ നമ്മൾ ഇരുന്നിടത്ത് തന്നെ ഇന്നും ഇരുന്നാൽ നമ്മൾ പിന്മാറ്റത്തില്ല. എന്താ പിന്മാറ്റം എന്ന് പറഞ്ഞേ? മുന്നേറ്റമില്ലാത്ത എല്ലാം ബൈബിൾ പ്രകാരം അല്ല. നമ്മുടെ പിന്മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇതുവരെ വന്നിട്ട് തിരിച്ചോടുന്നതല്ല പിന്മാറ്റം. ആമേ മുയലിന്റെ കഥ അറിയാം. സമയമില്ലല്ലോ, അതും കൂടെ പറഞ്ഞിട്ട് പോകാം. നിങ്ങൾക്കറിയാമല്ലോ ആമേ മുയലിന്റെ കഥ അറിയാമല്ലോ. ആരാ ജയിച്ചേ? ആമ ജയിച്ചു, മുയല് തോറ്റു. മുയല് തോറ്റത് പുറകോട്ട് ഓടിയിട്ടാണോ? പിന്നെ എന്നാ? മുന്നോട്ട് ഓടാത്തതാ പുള്ളി തോട്ടത്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. മുയൽ ഓടുക. മുയൽ ഓടി കുറേ ദൂരം ഓടിയിട്ട് തിരിച്ചു നോക്കിയപ്പോൾ അയ്യോ എൻ്റെ കൂടെ സ്നാനപ്പെട്ടവരല്ല എത്ര കിലോമീറ്റർ പുറകിലാണ്. ഞാൻ ഇങ്ങനെ ആത്മാവിൽ തീയല്ലേ സ്വത്രം. കുറച്ച് സമയം കഴിഞ്ഞാൽ പുള്ളി സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വന്നു. സ്പിരിച്വലി സ്തോത്രം. നിങ്ങളുടെ മനസ്സിലേക്ക് ഐ എം ഹാപ്പി, കുഴപ്പമില്ല. മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ബഹുദൂരം ദൈവമായിട്ട് മുമ്പിലാണ്, ബഹുദൂരം മുൻപിൽ. മറ്റേ പുള്ളിക്ക് ഒത്തിരി ഗ്ലോറി വിറ്ററിയില്ല. പഴയ ആമയാണ്. പഴയ പുള്ളി ഇടയ്ക്കിടയ്ക്ക് വാസം ഇങ്ങനെ പതുക്കെ പതുക്കെ തള്ളി ഇങ്ങനെ വരിക. ആമയ സ്തോത്രം. ഇദ്ദേഹം സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഇങ്ങനെ ഇരുന്നു. മറ്റേ പുള്ളി കീപ്പോൺ പോയി. ആ രാമ പതുക്കെ കയറി കുറേ ദൂരം ചെന്നപ്പോൾ ആമയ സ്തോത്രം ആമൻ മുയല് ആരും അറിയാതെ പുറപ്പെട്ടു. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ ഓരോ നമ്മുടെ പ്രാർത്ഥന കർത്താവ് ഇന്നലത്തേക്കാൾ ഒരു പടി മുന്നിലേക്ക്, ഇന്നലത്തേക്കാൾ ഒരു സ്തോത്രം കൂടുതൽ, ഇന്നലത്തേക്കാൾ ഒരു വാക്യം കൂടുതൽ, ഇന്നലത്തേക്കാൾ ഒരു മിനിറ്റ് പ്രാർത്ഥന കൂടുതൽ എനിക്ക് വേണം കർത്താവ്. എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്റെ ക്രിസ്തീയ ജീവിതം അങ്ങനെ വളർത്തണമേ. ഒന്നുകൂടി മുന്നോട്ട് പോകണം. ഏതുവരെ? ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വിശ്വസിക്കുന്ന ചിന്തിക്കുന്ന ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തും. ധ്യാനിക്കാൻ കഴിയില്ലെങ്കിൽ ചിലരുള്ള ദൂതുകളിലേക്ക് വേഗത്തിൽ പ്രവേശിക്കട്ടെ. സ്തോത്രം. അല്പം മുന്നോട്ട് പോകുവാൻ കൽപ്പിച്ചു. മുന്നോട്ട് പോയി മീന് കൊടുത്തു എന്നാണ് വാക്യം. അല്ല,
അവൻ പടകിൽ ഇരുന്ന്. ഇന്ന് പകൽ അങ്ങനെയുള്ള പലരും നടത്തിപ്പാണ്. അവൻ സ്തോത്രം. നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ദൂതനെ ഞാൻ കൊണ്ടുവരട്ടെ. വിശ്വനായിട്ട് ആ ദൂത് നിങ്ങൾ കാണണം. യേശുവിനെ പടകിൽ സ്വീകരിച്ചതാരാ? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടോ വന്ന് നിൽക്കുക എന്ന് ഓർത്തോണം. അവൻ ശരീരത്തിന്റെ വീക്ക്നെസ് ചിന്തിച്ചോണം. യേശു പത്രോസിന്റെ പടകിൽ ഇരുന്നു. മുന്നോട്ട് നീക്കുക എന്ന് പറഞ്ഞാൽ കടലിലോട്ട് പത്രോസ് നീക്കി. ഇപ്പൊ തുഴ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? പത്രോസ്. ആ പടകിൽ മനസ്സിലേക്ക് വരും. പത്രോസ് ഒരു പടകിന് ഒരറ്റത്തിരുന്നിട്ട് ബാലൻസ് തെറ്റാതെ പടക് ഇങ്ങനെ പിടിച്ച് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. യേശു മറ്റേ അറ്റത്തിരുന്നിട്ട് ആരെ ഉപദേശിച്ചു? പുരുഷാരെ എവിടെ നിൽക്കുക? അവസരം കൊടുത്തത് ആരാ? ബാലൻസ് തെറ്റാതെ യേശുവിനെ നിർത്തിയിരിക്കുന്ന ആരാ? ഇപ്പോ വിടുതൽ ഇപ്പൊ ആർക്കാ യേശു കൊടുത്തോണ്ടിരിക്കുന്നത്? ഉൾക്കൊള്ളാൻ പറ്റുമോ? നിന്റെ പടകിൽ ഇരുന്നിട്ട് നാട്ടുകാർക്ക് യേശു വിടുതൽ കൊടുത്താൽ നമ്മുടെ പ്രതികരണം എന്താ? പകൽ അനുഭവിക്കുന്ന പ്രതിരവത്തിരിക്കോണ്ട. പത്രോസിനോട് യേശു ഒരു വാക്കും പറയുന്നില്ല. പത്രോസിന്റെ പടകിലിരുന്നിട്ട് മറ്റുള്ളവരെ യേശു ഉപദേശിക്കുന്നു. ആ ഒരു വാക്ക് എന്താ വായിക്കുന്നറിയാമോ? പുരുഷാരത്തെ ഉപദേശിച്ചു. അടുത്ത വാക്ക് സംസാരിച്ചു തീർന്നപ്പോൾ. അവൻ മതി. സംസാരിച്ച് തീർന്നപ്പോ അവൻ പത്രോസിലേക്ക് തിരിഞ്ഞു. ഇന്ന് പകൽ ദൂതായിട്ടാണ് ഞാൻ പറയുന്നത്. പത്രോസിന്റെ പടകിൽ യേശു ഇരിക്കുക. നാട്ടുകാർ കരയിൽ നിൽക്കുക. അവർക്ക് വെള്ളമായിട്ട് ഒരു ബന്ധവുമില്ല. അവരോട് യേശു ദൂത് പറയുക. പത്രോസ് ഇവിടെ അവന്റെ മനസ്സിലാ. നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാട്ടെ പത്രോസിന്റെ മൈൻഡ്. പാസ്റ്റർ, ഞാനല്ലേ ഇത്രയും ഉപസിച്ചേ? ഞാനല്ലേ ദൂത് കേട്ടെ? ഞാനല്ലേ നീ വീഴാതെ താങ്ങി നിർത്തിയിരിക്കുന്ന വെള്ളത്തിൽ ഇങ്ങനെ? എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞൂടെ? ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ വലിയ ദൂതൊന്നും പറയണ്ട. ഏതാ പത്രോസ് ഇങ്ങനെ പുറകെ നിൽക്കുക. പച്ചമീന് കൊടുക്കണ്ട, ഒരു ഉണക്കമീൻ ഇടയ്ക്കിങ്ങനെ. ഉണക്കമീന് കിട്ടുമ്പോൾ പത്രോസിനൊരു ഗ്യാരണ്ടി ഉണ്ട്. എന്താ? പുറകെ കിട്ടും. അതുപോലും അവിടെ വാക്യത്തിലില്ല. പുരുഷാരത്തെ ഉപദേശിക്കുന്നതിന്റെ ഇടയിൽ പത്രോസിനോട് യേശു സംസാരിച്ചിട്ടുണ്ടോ? അവിടെ നിങ്ങളുടെ പ്രതികരണം ദൈവാത്മാവ് പുരുഷാരത്തോടെ സംസാരിക്കുന്നത്. പത്രോസ് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടോ. ഒന്നുകിൽ യേശുവിനെ ഇറക്കി വിടാം, അല്ലെങ്കിൽ യേശുവിനെ വെയിറ്റ് ചെയ്യാം. നിന്നെ യേശു ഇഗ്നോർ ചെയ്യും. ആ വീടാണ് ദൈവാത്മാവിനോട്. നിന്നെ യേശു ഇപ്പൊ ഇഗ്നോർ ചെയ്തിട്ടിരിക്കുക. നിന്റെ പടകില യേശു ഇരിക്കുന്ന. നിന്റെ കേസ് അവന് തൊട്ടിട്ടില്ല. നിന്റെ വിഷയം അവൻ തൊട്ടിട്ടില്ല. നിന്നിലിരുന്ന് മറ്റുള്ളവർക്ക് വിടുതൽ കൊടുക്കാം. നീ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ വിടുതല. നിന്റെ വിഷയം ഒന്നും കർത്താവ് തൊട്ടിട്ടില്ല. അവിടെ നിന്റെ പ്രതികരണം എന്താ? പറയാവോ? കർത്താവ്, ഞാൻ ഇറങ്ങി പോകത്തില്ല, നിന്നെ ഇറക്കി വിടത്തുമില്ല. നീ എന്നിലേക്ക് തിരിയുന്നിടം വരെ. നീ തിരിയുന്ന ഒരു സമയമുണ്ടോ? നീ സംസാരം തീർക്കുന്ന ഒരു സമയമുണ്ടോ? നീ എനിക്ക് വേണ്ടി തിരിയുന്നിടം വരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡിയാ. അങ്ങനെ തീരുമാനിക്കുന്ന എത്ര ഇതിനകത്തിരിപ്പുണ്ടോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലർക്ക് വേണ്ടി ഇന്ന് പകൽ കർത്താവ് തിരിയുന്ന പകരായിരിക്കാം. അവൻ കാത്തിരുന്ന പത്രോസ് പടുത്തു എന്ന് തോന്നാമെങ്കിലും ഒരു പ്രത്യേക മൂവ്മെന്റ് എത്തിയപ്പോൾ പുരുഷാരത്തോടുള്ള സംസാരം തീർത്തിട്ട് യേശു പത്രോസിന് വേണ്ടി തിരിഞ്ഞതുപോലെ ദാസിയെ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി കർത്താവ് തിരിയുന്ന ഒരു സമയമുണ്ട്. അതൊരു വിടുതലിന്റെ സമയമായിരിക്കാം, അതൊരു അത്ഭുതത്തിൻ്റെതായിരിക്കാം, അത് നിനക്ക് വേണ്ടിയായിരിക്കാം. ഇന്ന് പകൽ ആരംഭിക്കുമെന്ന് പരിശുദ്ധാത്മാവിനെ വിടുകയാണ്. വിശ്വസിക്കുന്നവരെന്ന് വിശ്വാത്മാവിൽ സ്തോത്രം ചെയ്താട്ടെ. പകൽ അവൻ എനിക്ക് വേണ്ടി തിരിയും. പ്രസംഗിക്കാൻ എളുപ്പമാണ്. അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ. നമ്മുടെ പടകിൽ ഇരുന്നിട്ടെ നമ്മളല്ലേ യേശുവിനെ എഴുതിയിരിക്കുന്നത്. കണ്ണി കാണുന്നവരെല്ലാം വിടുതൽ പ്രാപിച്ചുകൊണ്ട് പോവാ. ആ പടകിലിരിക്കുന്ന പത്രോസിന്റെ മാനസികാവസ്ഥ ചിന്തിക്കണം. അതാ നിങ്ങൾ കൺഫ്യൂഷൻ ആകത്തില്ലേ? എന്തിനാ കർത്താവ് നീ കേറിയതെന്ന് പോലും നമ്മളൊരു കാര്യം ചിന്തിച്ചു പോകാം. സത്യമാണ്, അതൊന്നും തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, സ്വാഭാവികമാണ്, മനുഷ്യരല്ലേ. കർത്താവ് എന്നും അങ്ങനെ കിടക്കത്തില്ല കേട്ടോ. സംസാരിച്ച തീർന്ന ശേഷം ആ വാക്ക് അല്ല മാസ്റ്റർ, ഇത് എന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഏതാ ഈ കർത്താവ് സംസാരിച്ച് തീർന്ന ശേഷം എന്നൊരു ശേഷം എഴുതിയിട്ടില്ലേ? അത് എത്ര സമയത്തിന് ശേഷമാണ്?
യേശു പുരുഷാരത്തെ ഉപദേശിച്ച് എത്ര മണിക്കൂറിന് ശേഷമാണ് പത്രോസിലേക്ക് തിരിഞ്ഞത്? എനിക്കും അറിയത്തില്ല, എന്നോട് ചോദിക്കുന്നത്. ശേഷം, അത്രേ ഉള്ളൂ. അത് ഒരു പക്ഷെ 1 മിനിറ്റിന് ശേഷമാകാം, 1 മണിക്കൂറിന് ശേഷമാകാം, 1 ദിവസത്തിന് ശേഷമാകാം, 1 വർഷത്തിന് ശേഷമാകാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവൻ തിരിയും. അതുവരെ വെയിറ്റ് ചെയ്യണം, അതുവരെ വെയിറ്റ് ചെയ്യണം. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, പുരുഷാരത്തെ ഉപദേശിക്കുന്നതിനിടയിൽ ഇടയ്ക്കൊന്ന് തിരിഞ്ഞ് പത്രോസിനോട് പറയണം, മോളെ മറന്നിട്ടില്ല കേട്ടോ, മറന്നിട്ടൊന്നുമില്ല, ഞാൻ ഇവരുടെ കാര്യം നടന്നു എന്ന് പോലും പറയുന്നില്ല. ഒരു ഹോപ്പില്ല, ഫുൾ ബ്ലാങ്കാ. അവിടെ നമ്മളൊന്ന് അതിജീവിച്ച് കിട്ടിയാൽ മക്കളെ നമ്മൾ രക്ഷപ്പെടും. അവിടെ ഒന്ന് കവർ ചെയ്ത് കിട്ടിയ കർത്താവ് സൈലന്റ് അല്ലേ, ടോട്ടൽ സൈലന്റ്. തരുമെന്നും പറയുന്നില്ല, തരത്തില്ലെന്നും പറയുന്നില്ല. അങ്ങ് നാട്ടുകാരെല്ലാം വിടുവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒന്നും മുൻപിൽ തുറക്കാതിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്യാവോ? എന്തുകൊണ്ട് പുരുഷാരത്തെ യേശു ഉപദേശിച്ചപ്പോൾ പത്രോസിനോട് യേശു മിണ്ടിയില്ല? അതൊരു ചോദ്യമല്ലേ? പുരുഷാരത്തോട് യേശു പറയുന്നപ്പോ എന്തുകൊണ്ട് എന്നോട് നീ മിണ്ടാത്തെ? ഒറ്റ ഉത്തരം, പത്രോസേ, നീ എനിക്ക് പുരുഷാരത്തിൽ ഒരുത്തനല്ല, നീ എനിക്ക് പുരുഷാരത്തിലും വ്യത്യസ്തനാണ്. നിന്നെ ഞാൻ കണ്ടത് പുരുഷാരത്തിന്റെ ഗ്രൂപ്പിൽ ഒരുത്തനായിട്ടല്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ വഹിക്കുന്ന അഭിഷേകം ചെയ്യുന്ന എന്റെ സഭയെ പണിയാൻ ഞാൻ ഒരു മാനപാത്രമാകയാൽ അതുകൊണ്ട് നിന്റെ വിഷയം ഞാനൊന്ന് മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ന് മകൻ നീ ദൈവത്തിന് വിലയേറിയവനും നീ ദൈവത്തിന് സ്പെഷ്യലുമായതുകൊണ്ട് നിന്റെ വിഷയം അവൻ എല്ലാവരെ പോലും എടുക്കാതെ മാറ്റിവെച്ചത്. ഇന്ന് മകൻ താമസിക്കുമ്പോൾ സ്തോത്രം ചെയ്തിട്ട് പറ, ഞാൻ എന്റെ ദൈവത്തിന് വിലയേറിയതാ. ശക്തിപ്പെടാൻ പറയുന്നു. അവൻ മൗനമായത്, അവൻ മിണ്ടാതിരിക്കുന്നത്, അവൻ ഇഗ്നോർ ചെയ്തത്, അവൻ തിരസ്കരിച്ചത് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. എനിക്കവൻ വിടുതൽ ചെയ്യാത്തതും അവൻ എന്നെ മറന്നതല്ല, ഞാൻ അവന് സ്പെഷ്യൽ ആയതുകൊണ്ടാണ്. സംസാരിച്ച് തീർന്ന ശേഷം എന്ന് പറയുന്ന ഒരു വേർഡുണ്ടല്ലോ, അത് ചിലരുടെ ജീവിതത്തിൽ നടക്കും. സംസാരിച്ച് തീർന്നിട്ട് പത്രോസിലേക്ക് തിരിയുന്നില്ലേ, അത് ഇന്ന് പകൽ ആരംഭിക്കും. വിശ്വസിക്കാവൂ, എന്റെ വിഷയത്തിന് വേണ്ടി യേശു തിരിയുന്ന പകലാണ്. സ്തോത്രം. നിങ്ങൾ ആ വാക്യത്തിന് ശേഷം പത്രോസിനോട് യേശു സംസാരിച്ച് തുടങ്ങുന്നത് മുതൽ 11ാമത്തെ വാക്യം വരെ പിന്നെ യേശു പുരുഷാരത്തോട് മിണ്ടിയിട്ടില്ല. പിന്നെ മുഴുവൻ പത്രോസിന് വേണ്ടിയാ. എന്ന് പറഞ്ഞാൽ നീ പുരുഷാരത്തിന്റെ ഇടയിൽ കിടന്ന് കുഴയേണ്ടവനല്ല. നിന്റെ വിഷയം ഞാൻ എടുത്താൽ പിന്നെ നിന്റെതേ ഞാൻ നോക്കത്തുള്ളൂ. നമുക്ക് വിശ്വസിക്കാവോ? ഇതുപോലൊരു സംഭവം നിങ്ങൾക്ക് രൂത്തിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? രൂത്തിന്റെ പുസ്തകം. തിന്നു കുടിച്ച് ഹൃദയം തെളിഞ്ഞ ശേഷം അടുത്ത വാക്ക്. അടുത്ത വാക്ക്. അർദ്ധരാത്രിയിൽ. ഓ മതി, ബോസ് എഴുന്നേൽക്കുന്ന സമയപ്പെടാ. യൂത്ത് കിടന്നത് എപ്പോഴാണെന്നറിയാമോ? സന്ധ്യയില. തിന്ന് കുടിച്ച് കാൽവരി ക്രൂശായിട്ട് നിങ്ങൾ ധ്യാനിച്ചാൽ മതി, ഞാൻ വിശദീകരിക്കുന്നില്ല. തിന്ന് കുടിച്ച് തെളിഞ്ഞ ശേഷം നല്ല ബോവസിത സകലതും നിവർത്തിച്ച അവൻ സ്തോത്രം അവിടെ കിടക്കുമ്പോൾ അവന്റെ പാദപീഠത്തിൽ കൃപാസനത്തിന്റെ അടുക്കൽ നമ്മൾ ഇന്ന് പകലിരിക്കുന്നത് പോലെ ഇതാ യൂത്ത് ചെന്ന് കിടക്കുന്നു. പക്ഷെ ഇപ്പോൾ കിടന്നപ്പോൾ ബോവസ് എഴുന്നേറ്റില്ല. ഞാൻ ബോവസിനോട് ചോദിച്ചു, നീ അപ്പോഴൊന്ന് എഴുന്നേറ്റ് കൊടുത്തിരുന്നെങ്കിൽ. ഇവളോട് പറയേണ്ടത് പറഞ്ഞു, വേനൽക്കാലം വീട്ടിലെത്തത്തില്ലായിരുന്നോ? ഇവളൊരു പെൺകുട്ടിയല്ലേ, രാത്രിയല്ലേ, നാട്ടുകാരെന്ത് പറയും, ഇങ്ങനെയൊക്കെ ഉള്ളേ. പക്ഷെ ബോസ് പറയുന്ന ഒറ്റ കാര്യം, നീ എപ്പോൾ കിടന്നോ ഇല്ല, അതെന്റെ വിഷയം, ഞാൻ എഴുന്നേൽക്കാൻ എനിക്കൊരു സമയമുണ്ട്. യൂത്ത് കിടന്നപ്പോഴല്ല ബോവസ് എഴുന്നേറ്റത്. ബോവസ് എഴുന്നേൽക്കുന്നിടം വരെ യൂത്ത് കിടന്നു എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു. അങ്ങനെ ഇന്ന് പകൽ യേശു നമുക്ക് വേണ്ടി എഴുന്നേൽക്കാൻ ഒരു സമയമുണ്ട്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, അതുവരെ കാത്തിരിക്കണം. ഒരു കാര്യം ഉറപ്പാ, ബോവസ് എഴുന്നേറ്റു രാത്രിയിൽ.
പിന്നെ ഇവളെ ഭാര്യയാക്കിയിട്ട വേറൊരു കാര്യവും ബോസ് ചെയ്ത. അതോ വിശ്വസിക്കാമോ? ഇന്ന് പകൽ യേശു നമുക്ക് വേണ്ടി ഇവിടെ നോക്കിയാട്ടെ. സ്തോത്രം. സംസാരിച്ച് തീർന്ന ശേഷം യേശു പത്രോസിന് മീന് കൊടുത്തു എന്നാണ് വാക്യം. മീന് കിട്ടുന്നത് എപ്പോഴാന്ന് പറഞ്ഞല്ലേ? സ്തോത്രം. അടുത്ത വാക്ക് യേശു പത്രോസിനോട് പറഞ്ഞല്ല. ആ വലയുടെ സ്റ്റേജ് കണ്ടോ? കരയിലെ പടക് വെള്ളത്തിലേക്ക് വന്നു. കരയിൽ ഇരുന്നപ്പോൾ യേശു ഇല്ലാത്ത പടക് വെള്ളത്തിലേക്ക് വന്നപ്പോൾ യേശു ഉണ്ട്. ഇത് ആർക്ക് വേണ്ടി അത്രത്തോളം നീക്കിയത് അറിയാവോ? പുരുഷാരത്തിന് വേണ്ടി. യേശു പിന്നെ പറയുന്നത് പോലെ ഇവിടെ നിന്നാൽ നിനക്കുള്ള വിടുതൽ കിട്ടുക. നിനക്ക് വേണമോ അടുത്ത സ്റ്റേജിലേക്ക് നീങ്ങാം. ഇന്ന് മകൻ അത് ആഗ്രഹമാണ്. എത്ര വേണ്ട പുരുഷാരത്തിന് വേണ്ടുന്നത് ഇത്രയും മതി. ഇപ്പൊ നിൽക്കുന്നത് മതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിനക്ക് വെള്ളത്തിൽ ചാടിയാ എവിടെ കയറാം? നീന്തി കരയെ കയറാം. അത്രേ ഉള്ളൂ. യേശു പറഞ്ഞത് ഇവിടെ നിന്ന് അടുത്തൊരു സ്റ്റേജാണ്. അവിടെ പുരുഷാരത്തിന്റെ ബഹളങ്ങളില്ല. വളരെ കെയർഫുൾ ആകണം. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അവിടെ പുരുഷാരത്തിന്റെ തള്ളിക്കയറ്റമില്ല. കരയുമായി ബന്ധമില്ല. യേശു ആഴത്തിലേക്ക്. അവിടെ ആരൊക്കെ ഉള്ളൂ? പത്രോസേ, അവിടെ ഞാനും നീയും. ഇന്ന് മകൻ അങ്ങനെ ഒരു ആത്മതലം എത്ര വരാം? പത്രോസേ, നിനക്ക് മീന് വേണോ? നീ എവിടെ ശൂന്യമാക്കപ്പെട്ട ഒരു നിറവ് വേണമോ? ഒരു അഭിഷേകം വേണമോ? നിനക്ക് എന്നെ കുറിച്ച് ആഴമായി മനസ്സിലാക്കണമോ? പുരുഷാരത്തിന്റെ സ്റ്റേജിൽ നിന്നാൽ പറ്റത്തില്ല. കരയിൽ നിന്നാൽ പറ്റത്തില്ല. പുരുഷാരത്തിന്റെ സ്റ്റേജിൽ നിന്നാൽ പറ്റത്തില്ല. അവിടെ നിന്ന് ആഴത്തിലേക്ക് ഇന്ന് പകൽ നിന്റെ ആത്മീയ തലം ആഴത്തിലേക്ക് നീങ്ങുന്ന പകലാകട്ടെ. യേശുവും ഞാനുമായ ഒരു ബന്ധം കുഞ്ഞുങ്ങൾ എത്ര വരുന്ന പകൽ ആഗ്രഹിക്കുന്നുണ്ട്. യേശുവും ഞാനുമായ ആഴമായ ഒരു ബന്ധത്തിലേക്ക്, ആർക്കും അത് പിരിക്കാൻ കഴിയാത്ത ഒരാത്മതലത്തിലേക്ക് ഇന്ന് പകൽ കയറി നിൽക്കാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പേരിനകത്തിരിപ്പുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു വാക്യം വായിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം ഒരുമിച്ച് വായിക്കാൻ വേണ്ടി പോകാം. ദൈവം നിർബന്ധിക്കുന്നുണ്ടാണ്. 5-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. ഒരു മിനിറ്റ് എല്ലാവരും എടുത്തൊന്ന് വിചാരിക്കുന്നു. ഒന്ന് രണ്ടുപേരും ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം. ലൂക്ക് ചാപ്റ്റർ 5:5. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 5-ാമത് വാക്യം. Come on. എല്ലാവരും ഒരുമിച്ച് വായിച്ചാട്ടെ. രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും ഇതൊരു തീരുമാനമാണ്. രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു, നാളുകളായി കാത്തിരുന്നു, ഒരു മറുപടിയും കിട്ടിയില്ല. അടുത്ത വാക്കെന്താ? എങ്കിലും. എങ്കിലും ഞാൻ സഭ വിട്ടു പോകുമെന്നല്ല, എങ്കിലും പ്രാർത്ഥന നിർത്തുമെന്നല്ല, എങ്കിലും ഞാൻ ഇതാ സുവിശേഷം നിർത്തിയെന്നല്ല, എങ്കിലും മുന്നോട്ട്. ഇതുവരെ പ്രാർത്ഥിച്ചു, ഒന്നും കിട്ടിയില്ല, എന്നാലും നിന്നെ ഞാൻ വിടത്തില്ല. എത്ര അതൊരു പ്രഖ്യാപനമാണ്. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ശ്രമിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. ഹോംവർക്ക് പോലെ ഞാൻ തരട്ടെ. വേദപുസ്തകത്തിൽ എങ്കിലും എന്ന് കാണുന്നിടത്ത് മുഴുവൻ അടി വരയണം. അസാധാരണ ദൂതായിരിക്കും. എങ്കിലും നെഗറ്റീവിനെ മുഴുവൻ പോസിറ്റീവ് ആക്കുന്ന ഒരു വാക്കാണ് എങ്കിലും. ഇവിടെ വായിക്കുന്നത് രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അടുത്ത വാക്ക് എങ്കിലും. ഹബക്കൂക്ക് 3-ൽ വാക്യമുണ്ട്. അത്തിവൃക്ഷം മുന്തിരിവള്ളിയിൽ ഫലം, ഗോശാലയിൽ കന്നുകാലി, അവൻ നിലം വിളങ്ങിയ ആഹാരം. അടുത്ത വാക്ക എങ്കിലും ഞാൻ ഘോഷിച്ചാനന്ദിക്കും. ഇതുവരെ ഒന്നും നടന്നില്ല, എന്നാലും ഞാൻ വിട്ടുപോകത്തില്ല. സ്തോത്രം. സങ്കീർത്തനം 91 വായിക്കുന്നു, എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. സ്തോത്രം. നമ്മൾ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് പകൽ എനിക്ക് വേണ്ടി മുന്നോട്ട് പ്രവർത്തിക്കുന്ന, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവൻ ഇന്ന് പകൽ ചിലരെ നിറയ്ക്കാൻ വേണ്ടി പോകുകയാണ്.